So good evening all. We had already begun with abdomen section. നമ്മൾ last class start ചെയ്തിട്ടുണ്ടായിരുന്നു. So ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന topics നോക്കുകയാണെങ്കിൽ we are going to take male external genital organs, then abdominal cavity and peritoneum. Abdominal cavity and peritoneum full എടുത്തിട്ട് നമ്മൾ നാളെ തൊട്ട് നമ്മൾ ഓരോ പാർട്സ് ആയിട്ട് ഓരോ അബ്ഡോമിനൽ ഓർഗൻസ് ആയിട്ട് വിൽ ബിഗിൻ ഫ്രം ടുമാറോ ഇറ്റ്സെൽഫ്. സോ നമ്മൾ ഇന്ന് വി ആർ ബിഗിനിങ് വിത്ത് ദ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻ. ഫസ്റ്റ് നോക്കുവാണെങ്കിൽ അതിന്റെ ലൈക്ക് എന്തായിരിക്കും ഇത്, നമ്മള് മെയിൽസിൽ നോക്കുവാണെങ്കിൽ മെയിൽ ജെനിറ്റൽ ഓർഗൻസ് ബോത്ത് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ പെൽവിക് ക്യാവിറ്റി. പെൽവിക് ക്യാവിറ്റിക്ക് അകത്തും പുറത്തുമായിട്ടായിരിക്കും മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻ ഉണ്ടായിരിക്കുക. And urethra വന്നിട്ട് it serves both the functions of urination and ejaculation. അതുകൊണ്ട് ഒറ്റ ട്യൂബ് മാത്രമേ ഉണ്ടാവുള്ളൂ in the urogenital triangle-നകത്ത്. Since urethra serves both the function of urination and ejaculation, so ഒരു ഒറ്റ ട്യൂബ് മാത്രമേ യൂറോജെനിറ്റൽ ട്രയാങ്കിളിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ. സോ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസ് എന്തൊക്കെ ഉണ്ടായിരിക്കും നോക്കുവാണെങ്കിൽ പെനിസ്, ടെസ്റ്റിസ്, സ്ക്രോട്ടം, എപ്പിഡിഡിമിസ് ആൻഡ് സ്പെർമാറ്റിക്. ഇത്ര ആയിരിക്കും മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റലിനകത്ത് ഓർഗനകത്ത് വരുന്ന കാര്യങ്ങള്. സോ ഫസ്റ്റ് നമ്മൾ എന്തിനോട്ട് പോവാണ്, വി ആർ ഗോയിങ് ഇൻ ടു ദ പെനിസ്. പെനിസിന്റെ പാർട്സ് നോക്കുവാണെങ്കിൽ ഒരു റൂട്ട് കൊണ്ട് ഒരു ബോഡി ഉണ്ടായിരിക്കും. റൂട്ട് എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് പോർഷൻ ആയിരിക്കും, വൈൽ ബോഡി എന്ന് പറയുന്നത് ദാറ്റ് ഫ്രീ പോർഷൻ ആയിരിക്കും. ഇനി വാട്ട് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് 3 masses ഓഫ് എറക്ടർ മസിൽസ് ഉണ്ടായിരിക്കും. അതിനകത്ത് രണ്ട് സൈഡിലായിട്ട് 2 ക്രൂറെ ആൻഡ് 1 ബൾബ് ഇൻ ദ സെന്റർ. സോ റൂട്ട് നമ്മുടെ പെനിസിന്റെ നോക്കുവാണെങ്കിൽ പെനിസ് ഈസ് മേഡപ്പ് ഓഫ് 2 parts ഉണ്ടായിരിക്കും. 1 attached portion and 1 സോ ഇതായിരിക്കും നമ്മുടെ പെനിസിന്റെ ബോഡി എന്ന് പറഞ്ഞാല് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ആയിരിക്കും. വൈൽ ദിസ് ഈസ് ദ ഫ്രീ എൻഡ്. അതിന് ഇതായത് റൂട്ട് ഈസ് ദ അറ്റാച്ച്ഡ് പോർഷൻ വൈൽ ബോഡി ഈസ് ദ ഫ്രീ പോർഷൻ. സോ റൂട്ടിൽ വന്നിട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് 3 എറക്ടർ ടിഷ്യൂസ്. 3 എറക്ടർ ടിഷ്യൂസ് ചേർന്നിട്ടായിരിക്കും ഈ റൂട്ടിനെ ഉണ്ടാക്കുന്നത്. 2 ക്രൂര ദാറ്റ് ഈസ് ഓൺ ദ സൈഡ്സ് ആൻഡ് 1 ബൾബ് ഓൺ ദ സെന്റർ. സോ root of the penis, it is a attached portion. It is made up of 2 crura on രണ്ട് laterally 2 ക്രൂര ഉണ്ടായിരിക്കും, നടുക്കൊരു ബൾബ് ഉണ്ടായിരിക്കും. ഇനി ഈ ക്രൂരനെ കവർ ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും, ഇഷ്യോ കവേർനെസ് മസിൽ ആയിരിക്കും ക്രൂരനെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. while the bulb is covered by bulbospongiosis. സോ പെനിസിന് 2 പാർട്ട് ഉണ്ടായിരിക്കും, ഒരു റൂട്ട് ഉണ്ടായിരിക്കും, ഒരു ബോഡി ഉണ്ടായിരിക്കും. റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ദ അറ്റാച്ച്ഡ് പോർഷൻ. ഇത് വന്നിട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കും, 2 ക്രൂരയും ഒരു ബൾബും ചേർന്നിട്ടുണ്ട്. 3 എറക്ടർ ടിഷ്യൂസ് ചേർന്നിട്ടായിരിക്കും ബൾബിനെ ഉണ്ടാക്കുന്നത്, റൂട്ട് ഉണ്ടായിരിക്കുന്നത്. സോ 2 ക്രൂരാസ് ഓൺ ദ സൈഡ്. അതിനെ കവർ ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും, ഈഷ്യോ കവേർനെസ് ഉണ്ടായിരിക്കും. വൈൽ ദ ബൾബ് ഇൻ ദ സെന്റർ, അതിനെ എന്ത് മസിൽ ആയിരിക്കും കവർ ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് കവേർഡ് ബൈ ബൾബോ സ്പോഞ്ചോസിസ് ഉണ്ടായിരിക്കും. ദെൻ ദിസ് ഈസ് ദ ബോഡി. ബോഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബോഡി വന്നിട്ട് ഇപ്പൊ ഇവിടെ 3 എറക്ടർ ടിഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവിടെയും സെയിം തന്നെ 3 elongated masses of erectile tissues ഉണ്ടായിരിക്കും. 3 elongated masses of erectile tissue ചേർന്നിട്ടായിരിക്കും ബോഡി ഓഫ് ദ പെനിസ് ഉണ്ടാക്കുന്നത്. സോ ഇവിടെ 2 ക്രൂര ഉണ്ടായിരുന്നു. ആ 2 ക്രൂരയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ എന്ത് കാണും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോർപ്പസ് കവേർനോസം. ബൾബിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ എന്ത് കാണും, 1 കോർപ്പസ് സ്പോഞ്ചിയോസം. സോ ഇവിടെ ഉണ്ടായിരുന്ന 2 ക്രൂര, ആ ക്രൂരയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ എന്ത് കാണും, കോർപ്പസ് കവേർനോസം കാണും. വൈൽ ബൾബിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്ത് കാണും, കോർപ്പസ് സ്പോഞ്ചിയോസം കാണും. സോ ഇത് ഓർത്താൽ മതി. ഇവിടുത്തെ നമ്മുടെ മസിൽ ഏതായിരുന്നു കവർ ചെയ്ത, ക്രൂരനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈഷ്യോ കവേർനോസം. സോ ഇവിടെ കോർപ്പസ് കവേർനോസമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ബൾബിനെ കവർ ചെയ്തത് ഏതായിരുന്നു, ബൾബോ സ്പോഞ്ചിയോസ് ആയിരുന്നു. സോ ഇവിടെ അത് എന്തായിട്ട് കവർ ചെയ്യുന്നു, കോർപ്പസ് സ്പോഞ്ചിയോസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഇനി കോർപ്പസ് ഇത് നമ്മുടെ ഈ കോർപ്പസ് സ്പോഞ്ചിയോസത്തിന്റെ ഈ എൻഡിന് വന്നിട്ട് നമ്മുടെ ടെർമിനൽ പാർട്ട് ഓഫ് ദ കോർപ്പസ് സ്പോഞ്ചിയോസം വന്നിട്ട് എന്താകും, ഒരു കോണിക്കൽ എലോങ്ങേഷൻ ആയിട്ട് മാറും. ആ കോണിക്കൽ എലോങ്ങേഷനെ പറയുന്നതായിരിക്കും ഗ്ലാൻസ് പെനിസ്. ഓക്കെ, സോ പെനിസ് നോക്കുവാണെങ്കിൽ 2 പാർട്ട് ഉണ്ടായിരിക്കും, ഒരു റൂട്ട്, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് പോർഷൻ, വൈൽ എ ബോഡി ഓഫ് ഉണ്ടായിരിക്കും. അത് വന്നിട്ട് എന്തായിരിക്കും, ഇറ്റ് ഈസ് എ ഫ്രീ പോർഷൻ ആയിരിക്കും. ദെൻ റൂട്ടിൽ വന്ന് നോക്കുവാണെങ്കിൽ 3 എറക്ടർ ടിഷ്യൂസ് ചേർന്നിട്ടായിരിക്കും റൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ക്രൂരസ് ഓൺ ദ സൈഡ് ആൻഡ് 1 ബൾബ് സെന്ററിലായിരിക്കും. ഈ ക്രൂരസിനെ കവർ ചെയ്തിട്ട് എന്തായിരിക്കും ഉണ്ടാക്കുന്നത്, ഇഷ്യോ കവേർനെസ് ഉണ്ടായിരിക്കും. വൈൽ ദ സെന്റർ ബൾബ് ഈസ് കവർഡ് ബൈ ബൾബോസ്പോഞ്ചിയോസം.
ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എന്തായിരിക്കും ബോഡി. ബോഡിയിൽ വന്നിട്ട് 3 ഇറക്ടൈൽ ടിഷ്യൂ, എലോങ്ങേറ്റഡ് 3 ഇറക്ടൈൽ ടിഷ്യൂസ് ഉണ്ടായിരിക്കും ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഏതൊക്കെയായിരിക്കും ആ ടിഷ്യൂസ് നോക്കുവാണെങ്കിൽ, രണ്ട് സൈഡിൽ നമ്മുടെ ക്രൂരയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്ത് വരുന്നു, കോർപ്പസ് കവേർണോസും വരുന്നു. വൈൽ ഇൻ ദ സെന്റർ എന്തായിരിക്കും, കോർപ്പസ് സ്പോഞ്ചിയോസും വരുന്നു. ഇനി ഇതിനെ ഫുള്ള് എന്ത് വരുന്നുണ്ടായിരിക്കും, യൂറിത്രി വന്നിട്ട് ഇതിനെ ഫുള്ളായിട്ട് ക്രോസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഈ കോർപ്പസ് സ്പോഞ്ചിയോസത്തിന്റെ എൻഡില് ടെർമിനൽ എൻഡ് വന്നിട്ട് ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് ടു ഫോം എ കോണിക്കൽ പ്രൊജക്ഷൻ. ഇത് എക്സ്പാൻഡ് ചെയ്തൊരു കോണിക്കൽ പ്രൊജക്ഷൻ ആവുന്നുണ്ട്. അതിനെ പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്ലാൻസ് പെനിസ്. ഇനി ഫുൾ ഇതിനെ സപ്ലൈ ചെയ്യുന്ന എന്തായിരിക്കും, ഇന്റേണൽ പ്യൂഡന്റൽ ആർട്ടറി ആയിരിക്കും. ഇതാണ് സ്ട്രക്ചർ ഓഫ് എ പെനിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ വി ആർ ഡിസ്കസ് അബൌട്ട് ദ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻ. മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻ എവിടെയായിരിക്കും, ഇറ്റ് സിറ്റുവേറ്റഡ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ പെൽവിക് ക്യാവിറ്റിക്ക്, അകത്തും പുറത്തും ഉണ്ടായിരിക്കും. യൂറിത്ര വന്നിട്ട് യൂറിത്രയ്ക്ക് 2 ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ബോത്ത് ദ യൂറിനേഷൻ ആൻഡ് ഇജാക്കുലേഷൻ. സോ ഒരൊറ്റ ട്യൂബ് മാത്രമേ യൂറോജെനിറ്റൽ ട്രയാങ്കിളിൽ കാണത്തുള്ളൂ. എന്തൊക്കെയായിരിക്കും ഓർഗൻസ് ഇൻക്ലൂഡ് ഇൻ ദ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻ നോക്കുകയാണെങ്കിൽ, പെനിസ് ഇസ് ദെയർ, സ്ക്രോട്ടം, ടെസ്റ്റിസ്, എപ്പിഡിഡിമസ് ആൻഡ് സ്പെർമാറ്റികോഡ്. സോ പെനിസിനെ പറ്റി നമ്മൾ നോക്കി, ഒരു റൂട്ട് ഉണ്ടായിരിക്കും, ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് പോർഷൻ, ആൻഡ് ബോഡി ഉണ്ടായിരിക്കും, ഫ്രീ പോർഷൻ. ദെൻ നെക്സ്റ്റ് വന്നിട്ട് വി ആർ ഗോയിങ് ടു ദ സ്ക്രോട്ടം. സോ സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ ക്യൂട്ടേനിയസ് ബാഗ് കണ്ടെയ്നിങ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടിഷ്യൂ. നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടെസ്റ്റിസ് ഒരു ക്യൂട്ടേനിയസ് ബാഗ് ആയിരിക്കും. എവിടെ ഉണ്ടാകുന്നത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടെസ്റ്റിസ്, എപ്പിഡിഡിമസ് ആൻഡ് ദ ലോവർ പാർട്ട് ഓഫ് സ്പെർമാറ്റികോഡ്. ഇതിനെല്ലാം കവർ ചെയ്ത് വരുന്ന ഒരു ക്യൂട്ടേനിയസ് ബാഗിനെ ആയിരിക്കും സ്ക്രോട്ടം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്യൂട്ടേനിയസ് ബാഗ് വിച്ച് കണ്ടെയ്നിങ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടെസ്റ്റിസ്, എപ്പിഡിഡിമസ് ആൻഡ് ദ ലോവർ പാർട്ട് ഓഫ് ദ സ്പെർമാറ്റികോഡ്. ഇതിനെ വന്നിട്ട് എക്സ്റ്റേണലി വന്ന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ബൈ എ റിഡ്ജ് അല്ലെങ്കിൽ ഒരു റാഫെ. പുറമേ വന്ന് ഈ സ്ക്രോട്ടത്തിന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന എന്തായിരിക്കും, ഒരു എക്സ്റ്റേണൽ റിഡ്ജ് അല്ലെങ്കിൽ ഒരു റാഫെ ആയിരിക്കും. ഇനി റൈറ്റ് ഹാഫ് വന്നിട്ട് ലെഫ്റ്റ് ഹാഫിനെക്കാളും കുറച്ചൊന്ന് താഴേക്ക് ഉണ്ടായിരിക്കും. ദ ലെഫ്റ്റ് ഹാൻഡ് ഹാങ്സ് എ ലിറ്റിൽ ലോങ്ങർ ദാൻ ദ റൈറ്റ് ഹാൻഡ്. റൈറ്റ് സൈഡിനെക്കാളും ലെഫ്റ്റ് സൈഡ് കുറച്ചും കൂടെ താഴത്തേക്ക് ഹാങ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി സ്കോട്ടം കൺട്രാക്ഷൻ എന്ത് കാരണമായിരിക്കും നോക്കുകയാണെങ്കിൽ, സ്കോട്ടം കൺട്രാക്ഷൻ ഈസ് ബിക്കോസ് ഓഫ് ദ ഡാർട്ടോസ് മസിൽ ആയിരിക്കും. ഡാർട്ടോസ് മസിൽ കാരണമായിരിക്കും സ്ക്രോട്ടത്തിന്റെ കൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ഡാർട്ടോസ് മസിൽസ് ആയിരിക്കും സ്ക്രോട്ടത്തിന്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാലോ സ്ക്രോട്ടം വൈ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി ടു കീപ് ദ ടെമ്പറേച്ചർ വന്നിട്ട് കുറച്ചും കൂടെ ഡൗണിൽ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും സ്ക്രോട്ടം ഈസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ്. സോ സ്ക്രോട്ടത്തിനകത്തുള്ള ഡാർട്ടോസ് മസിൽ ആയിരിക്കും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ മസിൽ ആയിരിക്കും അതിന്റെ കൺട്രാക്ഷൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. So, scrotum, it is a എന്തൊക്കെ ഉണ്ടായിരിക്കും, it contains, it is a cutaneous bag which contain right and left testis ഉണ്ടായിരിക്കും. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എപ്പിഡിഡിമസ് ആൻഡ് സ്പെർമാറ്റിക്കോഡിന്റെ ലോവർ പാർട്ട് ഉണ്ടായിരിക്കും. എവിടെ, സ്ക്രോട്ടത്തിനകത്ത്. എക്സ്റ്റേണലി നോക്കുവാണെങ്കിൽ സ്ക്രോട്ടത്തിന് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ഒരു റാഫെ അല്ലെങ്കിൽ ഒരു റിഡ്ജ് ഉണ്ടായിരിക്കും. ലെഫ്റ്റ് ഹാഫ് റൈറ്റ് ഹാഫിനേക്കാളും കുറച്ചും കൂടെ താഴേക്ക് ഹാങ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് സ്ക്രോട്ടത്തിന്റെ കൺട്രാക്ഷൻ എന്ത് കാരണമായിരിക്കും, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡാർട്ടോസ് മസിൽ കാരണമായിരിക്കും സ്ക്രോട്ടം കൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. വിച്ച് ഈസ് സപ്ലൈഡ് ബൈ എന്തായിരിക്കും, ജെനേറ്റൽ ബ്രാഞ്ച് ഓഫ് ജെനേറ്റൽ ഫീമറൽ നെർവ് ആയിരിക്കും. എന്തിനെ സപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ ഡാർട്ടോസ് മസിലിനെ സപ്ലൈ ചെയ്യുന്നത്. ഇനി ഈ ഡാർട്ടോസ് മസിൽ എന്തിനെ ഹെൽപ്പ് ചെയ്യും, ഹെൽപ്പ് ഇൻ റെഗുലേഷൻ ഓഫ് ദ ടെമ്പറേച്ചർ വിത്തിൻ ദ സ്ക്രോട്ടം. സ്ക്രോട്ടത്തിനകത്ത് ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഡാർട്ടോസ് മസിൽ ആയിരിക്കും. ദെൻ ലേയേഴ്സ് ഓഫ് സ്ക്രോട്ടം നോക്കുവാണെങ്കിൽ, നമ്മൾ ഇന്നലെ സ്പെർമാറ്റിക്കോഡിന്റെ ലേയേഴ്സ് പഠിച്ച ഓർമ്മയുണ്ടായിരുന്നോ? നമ്മൾ അതിനകത്ത് പറഞ്ഞു 3 ലേയേഴ്സ് ഓഫ് സ്പെർമാറ്റിക്കോഡ് ഉണ്ടായിരിക്കും. സോ അതിന്റെ കൂടെ സ്കിന്നും ഡാർട്ടോസ് മസിലൂടെ ചേരുവാണെങ്കിൽ എന്ത്, സ്ക്രോട്ടത്തിന്റെ ലേയേഴ്സ് ആവും. ഫസ്റ്റ് സ്കിൻ, ദെൻ ദ ഡാർട്ടോസ് മസിൽ, ദെൻ എക്സ്റ്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ, ക്രിമാസ്റ്റിക് ഫേഷ്യ ആൻഡ് ഇന്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ. നമ്മൾ കഴിഞ്ഞ ദിവസം സ്പെർമാറ്റിക്കോഡിന്റെ ലേയേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ, ക്രിമാസ്റ്റിക് ഫേഷ്യ, ഇന്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ. അതിന്റെ കൂടെ സ്കിൻ ആൻഡ് ഡാർട്ടോസ് മസിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രോട്ടത്തിന്റെ വന്നിട്ട് ലേയേഴ്സ് ആകും. ദെൻ നെർവ് സപ്ലൈ നോക്കുവാണെങ്കിൽ ആന്റീരിയർലി വന്നിട്ട് ആരായിരിക്കും സപ്ലൈ ചെയ്യുന്നത്, L1 സെഗ്മെന്റ് ഓഫ് സ്പൈനൽ കോഡ് ആയിരിക്കും ആന്റീരിയർ സപ്ലൈ. പോസ്റ്റീരിയർ ബൈ ദ S3 സെഗ്മെന്റ് ആയിരിക്കും. സോ ആന്റീരിയർലി ബൈ ഇലിയോ ഇൻക്വൈനൽ ആൻഡ് ജെനിറ്റൽ ബ്രാഞ്ച് ഓഫ് ജെനിറ്റോഫീമറൽ നെർവ്. ഇലിയോ ഇൻക്വൈനൽ ആൻഡ് ജെനിറ്റൽ ബ്രാഞ്ച് ഓഫ് ജെനിറ്റോഫീമറൽ നെർവ് ആയിരിക്കും. സോ ഫ്രം ദ L1 സെഗ്മെന്റ് ഓഫ് സ്പൈനൽ കോഡ് എന്നായിരിക്കും. വൈൽ പോസ്റ്റീരിയർ ടൂത്തേഡ് നോക്കുവാണെങ്കിൽ പോസ്റ്റീരിയർ സ്ക്രോട്ടൽ ബ്രാഞ്ചസ് ഓഫ് പ്യൂഡന്റൽ നെർവ്, posterior scrotal branches of pudendal nerve and perennial branches of posterior cutaneous nerve of thigh. Perennial branches of posterior cutaneous nerve of thigh. അത് എവിടെ നിന്നായിരിക്കും വരുന്നത്, S3 എന്നായിരിക്കും. സോ ഇതായിരിക്കും nerve supply to the scrotum. Anterior 1/3 എവിടെ നിന്നായിരിക്കും, ilio inguinal and genital branch of genital femoral nerve, segment L1 of spinal cord. Posterior 2/3 എവിടെ നിന്നായിരിക്കും, S3.
posterior scrotal branches of pudendal nerve and perineal branches of posterior cutaneous nerve of thigh എന്നായിരിക്കും posteriorly supply ഉണ്ടാകുന്നത്. So അതായിരിക്കും എന്ത് about the scrotum. So right and left എന്തൊക്കെയാണ് ഉണ്ടായിരിക്കും? It is a cutaneous bag. It contain right and left testis ഉണ്ടായിരിക്കും, epididymis ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ lower part of spermatocord ഉണ്ടായിരിക്കും. എക്സ്റ്റേണലി വന്ന് അതിനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടായിരിക്കും? ഒരു റിഡ്ജ് അല്ലെങ്കിൽ ഒരു റാഫെ വെച്ചിട്ടായിരിക്കും. ലെഫ്റ്റ് ഹാഫ് റൈറ്റ് ഹാഫിനെക്കാളും താഴേക്ക് ഹാങ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഇറ്റ് ഈസ് അതിന്റെ കൺട്രാക്ഷൻ, സ്ക്രോട്ടത്തിന്റെ കൺട്രാക്ഷൻ എന്ത് വെച്ചിട്ടായിരിക്കും? ബിക്കോസ് ഓഫ് ദ ഡാർട്ടോസ് മസിൽ ആയിരിക്കും അതിന്റെ കൺട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഡാർട്ടോസ് മസിലിനെ സപ്ലൈ ചെയ്യുന്നത് ആരായിരിക്കും? ജെനേറ്റൽ ബ്രാഞ്ച് ഓഫ് ജെനേറ്റോ ഫീമറൽ നെർവ് ആയിരിക്കും. ആൻഡ് അനദർ ആക്ഷൻ ഓഫ് അല്ലെങ്കിൽ അനദർ ഫംഗ്ഷൻ ഓഫ് ദിസ് ഡാർട്ടോസ് മസിൽ എന്തായിരിക്കും? ഇറ്റ് മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ. ഇതിന്റെ നമ്മുടെ സ്ക്രോട്ടത്തിന്റെ ആ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ദിസ് ഡാർട്ടോസ് മസിൽ ആയിരിക്കും. ലേയേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മളെ സ്പെർമാറ്റിക്കോണിന്റെ ലേയേഴ്സിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് സ്കിന്നിനെയും ഡാർട്ടോസിനെ ആഡ് ചെയ്യുക. സ്കിൻ, ഡാർട്ടോസ്, ദെൻ എക്സ്റ്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ, ക്രിമാസ്റ്റിക് ഫേഷ്യ, ഇന്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ. നെർവ് സപ്ലൈ ആന്റീരിയർ 1/3 by the L1, posterior 2/3 by the S3. L1 എന്തൊക്കെയായിരിക്കും? ഇലിയോ ഇൻക്വൈനൽ നെർവ് ആൻഡ് ദ ജെനിറ്റൽ ബ്രാഞ്ച് ഓഫ് ജെനിറ്റോ ഫീമറൽ നെർവ്. posterior 2/3 ഏതൊക്കെയായിരിക്കും? posterior scrotal branches of the pudendal nerve and perineal branches of the posterior cutaneous branches of the thigh ആയിരിക്കും. The next testis. Testis എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ നമ്മുടെ സ്ക്രോട്ടത്തിലേക്ക് സ്പെർമാറ്റിക് കോഡിൽ ഹാങ് ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും ടെസ്റ്റിസ്. The testis is suspended in the scrotum by the spermatic cord. അഡൽട്ട് ടെസ്റ്റിസിന്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ 10 to 15 കിലോഗ്രാം ആയിരിക്കും അഡൽട്ട് ടെസ്റ്റിസിന്റെ വെയിറ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇതിന്റെ കവറിംഗ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻവേർഡ് നോക്കുവാണെങ്കിൽ, പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും ഔട്ടർ ലെയർ ഇസ് ട്യൂണിക്ക വജൈനാലിസ്, then come tunica albuginea, then the tunica vasculosa. So testis എന്ന് പറയുമ്പോഴത്തേക്ക് ടെസ്റ്റിസ് വന്നിട്ട് നമ്മുടെ സ്ക്രോട്ടത്തിലേക്ക് സസ്പെൻഡഡ് ബൈ ദ സ്പെർമാറ്റിക് കോഡിൽ 10 to 15 gram അല്ലേ? എന്തോ? It is given as 10 to 15 kilogram. Sorry. 10, yes. It is 10 to 15 gram. Sorry. It is 10 to 15 gram ആയിരിക്കും. Sorry, so testis അത് വന്നിട്ട് it is hanging by the scrotum. It is suspended by the scrotum. Sorry, suspended by the spermatic cord in the scrota ആയിരിക്കും. അതിന്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ it is 10 to adult മെയിലിലെ വെയിറ്റ് നോക്കുവാണെങ്കിൽ it is 10 to 15 gram ആയിരിക്കും. Then അതിന്റെ കവറിംഗ് നോക്കുവാണെങ്കിൽ ഫ്രം ഔട്ട്വേർഡ് ഇൻവേർഡ് ഏറ്റവും ഔട്ടർ ലെയർ എന്തായിരിക്കും വരുന്നത്? ട്യൂണിക്ക വജൈനാലിസ്, then ട്യൂണിക്ക ആൽബുജിനിയ ആൻഡ് ട്യൂണിക്ക വാസ്കുലേസ വെൽക്കം. Then അതിന്റെ ആർട്ടീരിയൽ സപ്ലൈ നോക്കുവാണെങ്കിൽ it is supplied by testicular artery. നമ്മൾ അബ്ഡമിനൽ അയോർട്ടയുടെ ബ്രാഞ്ചസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. L2 ലെവലിലായിരിക്കും റീനൽ ആൻഡ് genital branches arrays ചെയ്യുന്നത്. So testicular artery, it is a branch of abdominal aorta given off at the level of L2. And veins papiniform plexus of veins ആയിരിക്കും. Superficial veins, deep inguinal ring ന്റെ അവിടെ വരുമ്പോഴത്തേക്ക് അത് 2 വെയിൻ ആയിട്ട്, then finally അത് ഒറ്റ വെയിൻ ആയിട്ട് മാറി ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് റീനൽ വെയിനിലോട്ടും റൈറ്റ് സൈഡില് ഇൻഫീരിയർ വീന കവയിലോട്ടും ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. സോ വെയിൻസ് വീനസ് ഡ്രെയിനേജ് ഇതുവഴിയായിരിക്കും. പാപ്പിനിഫോം പ്ലെക്സസ് ഓഫ് വെയിൻസ് ആയിരിക്കും. സൂപ്പർഫിഷ്യൽ ഇൻഗ്വൈനൽ റിംഗിന്റെ അവിടെ ഇറ്റ് ഫോംസ് 4 വെയിൻസ്. ദെൻ ഡീപ്പ് ഇൻഗ്വൈനൽ റിംഗിന്റെ അവിടെ ആകുമ്പോഴത്തേക്ക് അത് 2 വെയിൻ ആയി. ദെൻ ഫൈനലി അത് ഒറ്റ വെയിൻ ആയിട്ട് ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് റീനൽ വെയിനിലോട്ടും റൈറ്റ് സൈഡില് ഇൻഫീരിയർ വീന കവയിലോട്ടും ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. സോ venous drainage is by papiniform plexus ആയിരിക്കും. Then nerve supply നോക്കുവാണെങ്കിൽ it is supplied by sympathetic nerve arising from the T10 spinal cord. T10 spinal cord in arise ചെയ്യുന്ന sympathetic nerves ആയിരിക്കും ടെസ്റ്റിസിന് nerve supply ഉണ്ടായിരിക്കുക. So testis it is suspended in the scrotum by the spermatic cord ആയിരിക്കും. weight 10 to 15 gram ആയിരിക്കും. കവറിംഗ് നോക്കുവാണെങ്കിൽ ഫ്രം ഔട്ട്വേർഡ് ഇൻവേർഡ് ട്യൂണിക്ക വജൈനാലിസ്, tunica albuginea and tunica vasculosa. Blood supply നോക്കുകയാണെങ്കിൽ directly from testicular artery abdominal aorta L1 എന്നുള്ള ബ്രാഞ്ച് ആയിരിക്കും. Then venous drainage is by papiniform plexus. It become which become 4 veins at the superficial inguinal ring and 2 veins at deep inguinal ring, and ultimately 1 vein is formed
which is drained into the inferior vena cava on right side and into the left renal vein on left side. Then nerve supply, it is supplied by the sympathetic nerve arising from T10 of spinal cord ആയിരിക്കും. Then descent of the testis നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി വന്ന ടെസ്റ്റിസ് സ്ക്രോട്ടത്തിൽ ആയിരിക്കത്തില്ല. ഡ്യൂറിംഗ് ദ എംബ്രിയോളജിക്കൽ പീരിയഡ് ഡെവലപ്പിൽ ഉണ്ടാകുന്നത്. ഇനീഷ്യലി ടെസ്റ്റിസ് വന്നിട്ട് ഇറ്റ് ഡെവലപ്പ് ഇൻ റിലേഷൻ ടു ദ ഡെവലപ്പിംഗ് മീസോനെഫ്രോൺസിന്റെ കൂടെ ആയിരിക്കും. എവിടെ ആയിരിക്കും? അറ്റ് ദ ലെവൽ ഓഫ് സെഗ്മെന്റ് T10 to T12. സോ ഇനീഷ്യലി ഇത് എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? ദ ലെവൽ ഓഫ് T10 to T12 ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഡിസെന്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? പിന്നെ സബ്സിക്വന്റ്ലി ഡിസെന്റ് രണ്ടായിട്ടായിരിക്കും സ്ക്രോട്ടത്തിലേക്ക് വരുന്നത്. സോ വെൻ ദിസ് ഡിസെന്റ് വിൽ ബിഗിൻ നോക്കുവാണെങ്കിൽ സെക്കൻഡ് മന്ത് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിലായിരിക്കും ഈ ഡിസെന്റ് ബിഗിൻ ചെയ്യുന്നത്. ദ ടെസ്റ്റിസ് ഈച്ച് ടെസ്റ്റിസ് ബിഗിൻ ടു ഡിസെന്റ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് മന്ത് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിൽ. സോ തേർഡ് മന്തിൽ അത് എവിടെ എത്തും? T10 to T12 ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബൈ തേർഡ് മന്ത് ആകുമ്പോഴത്തേക്ക് ഇറ്റ് റീച്ചസ് ദ ഇലിയാക് ഫോസ. Then 4 to 6 months അത് deep inguinal ring അവിടെ തന്നെ it rests as the deep inguinal ring for 4 to 6 months, and by the 7th month it transfers the inguinal canal. അത് 7th month inguinal canal വഴി 8th month ആകുമ്പോൾ എവിടെ എത്തുന്നു? സൂപ്പർഫിഷ്യൽ inguinal ringൽ എത്തിയിട്ട് അവിടുന്ന് 9th month ആകുമ്പോഴത്തേക്കായിരിക്കും it reaches the bottom of the scrotum. So initially ഇത് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ടെസ്റ്റിസ് വന്നിട്ട് സ്ക്രോട്ടത്തിൽ ആയിരിക്കത്തില്ല ഇനീഷ്യലി ഉണ്ടാകുന്നത്. ഇത് T10 to T12 ലെവലിലായിരിക്കും ഇരിക്കുക. സെക്കൻഡ് മന്ത് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫിലായിരിക്കും ഇതിന്റെ ഡിസെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് മന്തിൽ T10 and T12 ഇതിന്റെ ഡിസെന്റ് സ്റ്റാർട്ട് ചെയ്ത് ബൈ തേർഡ് മന്ത് ഇറ്റ് റീച്ചസ് ദ ഇലിയാക് ഫോസ. ദെൻ ഇറ്റ് ലൈസ് അറ്റ് ദ ഡീപ്പ് ഇൻഗ്വൈനൽ ഫോസ ഫോർ 4 to 6 months വരയ്ക്കും അത് എവിടെ ഉണ്ടായിരിക്കും? ഡീപ്പ് ഇൻഗ്വൈനൽ റിംഗിന്റെ അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് 7th മന്തിൽ ഇത് ട്രാൻസ്വേഴ്സ് ദ ഇൻഗ്വൈനൽ കനാലിനെ ട്രാൻസ്വേഴ്സ് ചെയ്ത് 8th മന്തിൽ അത് എവിടെ എത്തും? സൂപ്പർഫിഷ്യൽ ഇൻഗ്വൈനൽ റിംഗിന്റെ അവിടെ എത്തിയിട്ട് ബൈ ദ 9th മന്ത് ആയിരിക്കും the testis reaches the bottom of the scrotumത്തിലേക്ക് എത്തുന്നത്. So this is a descent of testis. Then ഇനി എന്റെ ക്ലിനിക്കൽ അനാറ്റമിക്കൽ ടേംസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇസ് മോണോർക്കിസം. ലൈക്ക് നമുക്കറിയാം ലൈക്ക് ഓർക്കിസം സംതിങ് റിലേറ്റഡ് ടു ദ ടെസ്റ്റിസ് ആയിരിക്കും. സോ മോണോർക്കിസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യൂണിലാറ്ററൽ ആബ്സെൻസ് ഓഫ് ദ ടെസ്റ്റിസ്. മോണോ മീൻസ് ഓൺലി വൺ. സോ ഒരു ടെസ്റ്റിസേ ഉണ്ടായിരിക്കുള്ളൂ, ഒന്നിന്റെ ആബ്സെൻസ് ആയിരിക്കും. അതിനായിരിക്കും മോണോർക്കിസം എന്ന് പറയുന്നത്. It is a unilateral absence of testis, while anarchism is the bilateral. രണ്ടിടത്തും ഇല്ല, bilateral absence of testis ആയിരിക്കും anarchism എന്ന് പറയുന്നത്. Then cryptorchidism എന്ന് പറഞ്ഞാൽ undescended testis. നമ്മൾ ഈ ഡിസെന്റ് ഓഫ് ടെസ്റ്റിസ് പഠിച്ചതിനകത്ത് അത് കംപ്ലീറ്റ്ലി ഡിസെന്റ് ആയി സ്ക്രോട്ടത്തിലേക്ക് എത്താണ്ടിരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കും undescended testis എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കണ്ടീഷൻ എന്ത് പറ്റും? ഇഫ് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റഡ് ബൈ സർജിക്കൽ മീൻസ്, കറക്റ്റ് ചെയ്തിട്ടില്ല ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പെർമാറ്റോജെനസിസ് വന്നിട്ട് ഫെയിൽ ആകും ഇൻ സച്ച് കേസസ്. കാരണം അതിന് ടെമ്പറേച്ചർ വന്നിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സോ സ്പെർമാറ്റോജെനസിസ് വന്നിട്ട് മേ നോട്ട് ഹാപ്പൻ ഇൻ സച്ച് കേസസ്. ദെൻ കംസ് എക്ടോപിക് ടെസ്റ്റിസ്. എക്ടോപിക് ടെസ്റ്റിസിൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഇറ്റ് ഒക്കുപ്പൈ ആൻ അബ്നോർമൽ പൊസിഷൻ ഡ്യൂ ടു എ ഡീവിയേഷൻ ഫ്രം ഹിസ് നോർമൽ റൂട്ട്. ഈ നമ്മളിപ്പോ ഈ പറഞ്ഞ റൂട്ടിൽ നിന്ന് ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്ന കാരണം ഇത് വേറെ എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ വന്നിട്ട് സിറ്റുവേറ്റ് ആകും. അതിനായിരിക്കും എക്ടോപിക് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. സോ എക്ടോപിക് ടെസ്റ്റിസിലാണെങ്കിൽ ടെസ്റ്റിസ് ഒന്ന് ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും. മേ ബി ഇറ്റ് അക്കമ്പനീഡ് ബൈ ഇൻഡയറക്റ്റ് ഇൻഗ്വൈനൽ ഹെർണിയയോട് അക്കമ്പനി ചെയ്തിട്ട് കാണാം. ആൻഡ് മേ ബി ഡിവോഴ്സ്ഡ് ഫ്രം ദ എപ്പിഡിഡിമിസ് വിച്ച് മേ ലൈ ഇൻ ദ സ്ക്രോട്ടം. എപ്പിഡിഡിമിസ് ചിലപ്പം സ്ക്രോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ടെസ്റ്റിസ് ആയിരിക്കും ഈ ഡിസെൻഡിന്റെ സമയത്ത് ആ ഒരു എക്സാക്ട്ലി റൂട്ടിൽ എവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടായ കാരണം ഇറ്റ് റീച്ച് ഒരു അബ്നോർമൽ പൊസിഷനിൽ വന്നിട്ട് അവിടെ സിറ്റുവേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതിനെയായിരിക്കും എക്ടോപിക് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. സോ അതായിരിക്കും ക്ലിനിക്കൽ അനാറ്റമി ഓഫ് ദ ടെസ്റ്റിസ്. മോണോർക്കിഡിസം ഓൺലി ആബ്സെൻസ് ഓഫ് സിംഗിൾ ടെസ്റ്റിസ്. അനാർക്കിഡിസം 2 ആബ്സെന്റ് ആയിരിക്കും. Cryptorchidism is the undescended testis, while ectopic testis is it may occupy an abnormal position due to a deviation from the normal route of the descent. Then so അത്രയായിരിക്കും നമുക്ക് ടെസ്റ്റിസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. സോ ടെസ്റ്റിസ് വി ആർ ഡിസ്കസ്ഡ്. സസ്പെൻഡഡ് ബൈ ദ സ്ക്രോട്ട ആയിരിക്കും. 10 to 15 gram ആയിരിക്കും വെയിറ്റ് ഉണ്ടായിരിക്കുക. കവറിംഗ് ഈസ് ട്യൂണിക്ക വജൈനാലിസ്, ട്യൂണിക്ക ആൽബുജിനി ആൻഡ് ട്യൂണിക്ക വാസ്കുലോസ. സപ്ലൈഡ് ബൈ ടെസ്റ്റിക്കുലർ ആർട്ടറി, അബ്ഡോമിനൽ അയോട്ടയുടെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ടെസ്റ്റിക്കുലർ ആർട്ടറി. വെയിൻസ് ആയിരിക്കും പാപ്പിനിഫോം പ്ലെക്സസ് ആൻഡ് നെർവ് സപ്ലൈ ബൈ T10 സിമ്പത്തറ്റിക് നെർവ്സ് ആയിരിക്കും. ഡിസെന്റ് നമ്മൾ പറഞ്ഞു ഇനീഷ്യലി T10 to T12 ലെവലിലായിരിക്കും. ബൈ സെക്കൻഡ് മന്ത് ഓഫ് ഇൻട്രായൂട്രൈൻ ലൈഫ് ഇറ്റ് സ്റ്റാർട്ട് ഡിസെന്റ്. ബൈ തേർഡ് മന്ത് അത് എവിടെ വരുന്നു? ഇലിയാക് ഫോസയിൽ വന്നു. 4 to 6 monthsലേക്ക് അത് സൂപ്പർഫിഷ്യൽ ഡീപ്പ് ഇൻഗ്വൈനൽ റിംഗിൽ തന്നെ സ്റ്റേ ചെയ്തു. 7th മന്തിൽ ട്രാൻസ്ഫേഴ്സ് ദ ഇൻഗ്വൈനൽ കനാൽ. 8th മന്തിൽ അത് സൂപ്പർഫിഷ്യൽ ഇൻഗ്വൈനൽ റിംഗിൽ എത്തി. ആൻഡ് ബൈ 9th മന്ത് ആയിരിക്കും അത്
സ്ക്രോട്ടത്തിലേക്ക് ഡിസെൻഡ് ആകുക. Then clinical anatomy, monarchism, anarchism, cryptorchidism, ectopic testis. ഇനിയുള്ള കണ്ടീഷൻ ഹെർമോഫ്രോഡിസം. ഹെർമോഫ്രോഡിസം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, ഹെർമോഫ്രോഡിസം ഇസ് എൻ ഇൻഡേർട്ട് സെക്സ്. അതായത് it is a condition in which individual shows some features of a male and some features of a female. ഹെർമോഫ്രോഡിറ്റിസം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൽ തന്നെ മെയിലിന്റെയും ഫീമെയിലിന്റെയും സർട്ടൺ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കുന്നതിനായിരിക്കും നമ്മൾ ഹെർമോഫ്രോഡിറ്റിസം അല്ലെങ്കിൽ ഇന്റർസെക്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ട്രൂ ഉണ്ട്, സ്യൂഡോ ഹെർമോഫ്രോഡിറ്റിസം ഉണ്ടായിരിക്കും. ട്രൂ ഹെർമോഫ്രോഡിറ്റിസം എന്ന് പറയുമ്പോഴത്തേക്ക് ബോത്ത് ദ ടെസ്റ്റിസ് ആൻഡ് ഓവറീസ് പ്രസന്റ് ആയിരിക്കും. ഒരു ഇൻഡിവിജ്വലിൽ തന്നെ ടെസ്റ്റിസും ഓവറിയും പ്രസന്റ് ആകുന്നതിനായിരിക്കും നമ്മൾ ട്രൂ ഹെർമോഫ്രോഡിറ്റിസം എന്ന് പറയുന്നത്. വൈൽ സ്യൂഡോ എന്ന് പറയുമ്പോഴത്തേക്ക് ഗൊണാഡ്സ് ഓഫ് വൺ സെക്സ് വൈൽ ദ എക്സ്റ്റേണൽ ജെനിറ്റാലിറ്റി ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കും. അതിനായിരിക്കും സ്യൂഡോ ഹെർമോഫ്രോഡിറ്റിസം എന്ന് പറയുന്നത്. So hermaphroditism എന്ന് വെച്ചാൽ എന്തായിരിക്കും? It is the intersex condition in which individual shows certain features of a male and some features of a female. അങ്ങനെയുള്ള മെയിലിന്റെയും ഫീമെയിലിന്റെയും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കും നമ്മൾ ഹെർമോഫ്രോഡിറ്റിസം പറയുന്നത്. ട്രൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പേഷ്യന്റിനകത്ത് ബോത്ത് ദ ടെസ്റ്റിസ് ആൻഡ് ഓവറീസ് പ്രസന്റ് ആയിരിക്കും. വൈൽ സ്യൂഡോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെക്സിന്റെ ഗൊണാഡും എന്നാൽ എക്സ്റ്റേണൽ ജെനിറ്റാലി ഓഫ് ദ അനദർ സെക്സും ആയിരിക്കും, ഓപ്പോസിറ്റ് സെക്സും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനായിരിക്കും സ്യൂഡോ ഹെർമോഫ്രോഡിറ്റിസം പറയുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻ ഇസ് ഹൈഡ്രോസീൽ. ഹൈഡ്രോ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരിക്കും? ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടായിരിക്കും. കണ്ടീഷൻ ഇൻ വിച്ച് ഫ്ലൂയിഡ് ഈസ് അക്യുമുലേറ്റഡ് ഇൻ ദ പ്രോസസ് വജൈനാലിസ്, അതിനായിരിക്കും ഹൈഡ്രോസീൽ എന്ന് പറയുന്നത്. വൈൽ വെരിക്കോസീൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡയലറ്റേഷൻ ഓഫ് ദ പാപ്പിനിഫോം പ്ലെക്സസ് ഓഫ് വെയിൽ ആയിരിക്കും വെരിക്കോസീൽ എന്ന് പറയുന്നത്. ഡയലറ്റേഷൻ ഓഫ് ദ വെരിക്കോസീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെയിൻസിന്റെ ഡയലറ്റേഷൻ ആയിരിക്കും. സോ വെയിൽ ടെസ്റ്റിസിലേക്കുള്ള വെയിൻസ് ആയിരിക്കും പാപ്പിനിഫോം പ്ലെക്സസ്. സോ ഡയലറ്റേഷൻ ഓഫ് ദ പാപ്പിനിഫോം പ്ലെക്സസ് ഓഫ് വെയിൻസിനായിരിക്കും എന്ത് വെരിക്കോസീൽ എന്ന് പറയുന്നത്. കോമൺലി ഇത് ഉണ്ടാകുന്നത് ലെഫ്റ്റ് സൈഡഡിലായിരിക്കും. ഇറ്റ് ഈസ് യൂഷ്വലി ലെഫ്റ്റ് സൈഡഡ്. അതിന് കാരണം എന്താ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് ടെസ്റ്റിക്കുലർ വെയിൻ വന്നിട്ട് റൈറ്റിനെക്കാളും ലോങ്ങർ ആയിരിക്കും. അതേപോലെ തന്നെ അതിനെ ക്രോസ് ചെയ്തിട്ട് കോളൻ പോകുന്നുണ്ട്. ആൻഡ് സോ ചാൻസ് അത് വന്നിട്ട് കംപ്രസ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. സോ വെരിക്കോസീൽ ഇറ്റ് ഇസ് എ ഡയലറ്റേഷൻ ഓഫ് പാപ്പിനിഫോം പ്ലെക്സസ് ഓഫ് വെയിൻ. അത് മോർ കോമൺലി ആയിട്ട് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. അതിന് കാരണം ഒന്ന് ലെഫ്റ്റ് ടെസ്റ്റിക്കുലർ വെയിൻ വന്നിട്ട് റൈറ്റിനെക്കാളും ലോങ്ങർ ആയിരിക്കും, നീളം കൂടുതലായിരിക്കും. സോ വെരിക്കോസിറ്റി ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അതിനെ ക്രോസ് ചെയ്തിട്ട് എന്ത് പോകുന്നുണ്ട്? ഇറ്റ് ഈസ് ക്രോസ്ഡ് ബൈ കോളൻ. സോ വിച്ച് മേ കംപ്രസ് ഇറ്റ്. കോളൻ വന്നിട്ട് അതിനെ കംപ്രസ് ചെയ്തിട്ടും വെരിക്കോസിറ്റി ഉണ്ടാക്കാം. ദെൻ ഒരു സ്വെല്ലിംഗ്, ഒരു സ്ക്രോട്ടത്തിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടാകുകയാണെങ്കിൽ അത് പ്യൂർലി സ്ക്രോട്ടൽ സ്വെല്ലിംഗ് ആണോ അല്ല മേലെ എന്തെങ്കിലും ഡിസെന്റ് ആയിട്ട് വന്നിട്ടുള്ള സ്വെല്ലിംഗ് ആണോ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് സ്വെല്ലിങ്ങിന്റെ ഇഫ് വി ക്യാൻ ഗോ അബൌവ് ദ സ്വെല്ലിംഗ്, അതായത് സ്വെല്ലിങ്ങിനെ നമുക്ക് ടെസ്റ്റ് സ്ക്രോട്ടത്തിൽ പാൽപേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്വെല്ലിങ്ങിന് മേലെ നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീൻസ് ആ സ്വെല്ലിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് താഴേക്കാക്കി പാൽപേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് പ്യൂർലി സ്ക്രോട്ടൽ ആയിരിക്കും. ഇഫ് വി കാൺ ഗോ അബൌവ് ദ സ്വെല്ലിംഗ്, അതാണെങ്കിൽ ഒരു ഇൻഗോയിനൽ ഹെർണിയ അങ്ങനെയുള്ള കണ്ടീഷനിലായിരിക്കും നമുക്ക് അതിനെ we can go above the swelling എന്ന് പറയാനെ. ഇഫ് എ സ്വെല്ലിംഗ് is purely scrotal, സ്ക്രോട്ടലിൽ മാത്രമുള്ള ഒരു സ്വെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്വെല്ലിങ്ങിന്റെ മേലെ വന്നിട്ട് പാൽപേറ്റ് ചെയ്യാൻ പറ്റും. we can feel above the swelling ഫീൽ കിട്ടും. ഇഫ് ഇറ്റ് ഇസ് an inguinal hernia, നമ്മൾ ഇൻഡയറക്റ്റ് ഇൻഗോയിനൽ ഹെർണിയ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അത് വന്നിട്ട് സൂപ്പർഫിഷ്യൽ ഇൻഗോയിനൽ റിംഗ് വഴി എങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരിക്കും. ഇറ്റ് ക്യാൻ ഈവൻ ഡിസെൻഡ് ഇൻടു ദ സ്ക്രോട്ടം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോ അങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിസെൻഡിങ് ഫ്രം above downwards. സോ അത് വന്നിട്ട് സ്ക്രോട്ടത്തിലേക്ക് മാത്രമുള്ളതല്ല, മേലേന്ന് വരുന്നതായിരിക്കും. സോ വി കാൻ ഗോ എബവ് ദ സ്വെല്ലിംഗ്. ആ സ്വെല്ലിംഗിന്റെ എബവ് നമുക്ക് പാൽപേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇൻ ദ സ്ക്രോട്ടം. സോ ദാറ്റ്സ് ഹൗ വി ഡിഫറൻഷിയേറ്റ് സ്വെല്ലിംഗ് ഈസ് പ്യുവർലി സ്ക്രോട്ടൽ ആണോ അല്ല ഇൻഗോയിനൽ ഹെർണിയ അങ്ങനെ എന്തെങ്കിലും താഴേക്ക് സ്ക്രോട്ടത്തിലേക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് വന്നതാണോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. സോ അത്രയായിരിക്കും നമ്മുടെ മെയിൽ ജെനറ്റൽ ഓർഗൻസ്. മെയിൽ ജെനറ്റൽ ഓർഗൻസ് നോക്കുവാണെങ്കിൽ ഇറ്റ് സിറ്റുവേറ്റ് ബോത്ത് ഇന്റേണൽ എന്താണ് നമ്മുടെ പെൽവിക് അകത്തും പുറത്തുമായിട്ട് ഉണ്ടായിരിക്കുന്ന ഓർഗൻസ് ആയിരിക്കും എന്ത് മെയിൽ ജെനറ്റൽ ഓർഗൻ എന്ന് പറഞ്ഞാല് പെൽവിക് ക്യാവിറ്റിക്ക് അകത്തും പുറത്തും ഉണ്ടായിരിക്കും. സിൻസ് യൂറിത്ര വന്നിട്ട് രണ്ട് ഫംഗ്ഷൻ ഉണ്ടായിട്ട് ഒരൊറ്റ ട്യൂബ് മാത്രമേ യൂറോജെനറ്റൽ ട്രയാങ്കിൾ ഉണ്ടാവുള്ളൂ. ഓർഗൻസ് നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു. പെനസ് രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും, ഒരു റൂട്ടും ബോഡിയും. റൂട്ട് ഈസ് അറ്റാച്ച്ഡ് പോർഷൻ, രണ്ട് ക്രസ്, നടുക്കൊരു ബോഡി. ആ രണ്ട് സൈഡിലുള്ള ക്രൂരിനെ കവർ ചെയ്ത് ഇഷ്യൂ അവയർനെസ് വരുന്നു. ബോഡിനെ കവർ ചെയ്തിട്ട് ബൾബോ സ്പോഞ്ചോസിസ് വരുന്നു. ദെൻ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ബോഡി. ബോഡിയിൽ രണ്ട് സൈഡിൽ എന്ത് വരുന്നു? കോർപ്പസ് കവേർനോസും നടുക്കത്തെ ബൾബ് കണ്ടിന്യൂ ആയിട്ട് കോർപ്പസ് സ്പോഞ്ചോസ് ആയിട്ട് മാറുന്നു. കോർപ്പസ് സ്പോഞ്ചോസത്തിന്റെ ടെർമിനൽ പാർട്ട് ഇലോങ്ങേറ്റഡ് ഒരു കോണിക്കൽ പ്രൊജക്ഷൻസ് ഉണ്ടാകുന്നു. അതിനെ പറയുന്നതായിരിക്കും ഗ്ലാൻസ് പെനിസ് എന്ന്. സപ്ലൈഡ് ബൈ ഇന്റേണൽ പ്യൂഡന്റൽ ആർട്ടറി ആയിരിക്കും. ദെൻ ദ സ്ക്രോട്ടം.
സ്ക്രോട്ടത്തിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് ഡിവൈഡ് എക്സ്റ്റേണലി ബൈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു റിഡ്ജ് ഒരു റാഫേ വന്നിട്ടായിരിക്കും. ഡാർട്ടോസ് മസിലിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ കൺട്രാക്ഷനും അതുപോലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഡാർട്ടോസ് മസിൽ ആയിരിക്കും. Then the layers we are discussed. നമ്മുടെ spermaticode കവറിംഗിന്റെ കൂടെ സ്കിൻ ആൻഡ് ഡാർട്ടോസ് മസിലൂടെ ആഡ് ചെയ്താൽ മതി. നെർവ് സപ്ലൈ ആന്റീരിയർ 1/3 by the L1 സെഗ്മെന്റ് ആണെങ്കിൽ പോസ്റ്റീരിയർ 2/3 by the S3 എന്നുള്ള ബ്രാഞ്ചസ് ആയിരിക്കും. Then testis, weight the covering tunica vaginalis, tunica albuginea, tunica vasculosa. ടെസ്റ്റിക്കുലർ ആർട്ടറിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഡയറക്റ്റ് അബ്ഡോമിനൽ ആർട്ടറിയുടെ L2 ബ്രാഞ്ച് ആയിരിക്കും. വെയിൻസ്, പാപ്പിനിഫോം പ്ലെക്സസ് ആൻഡ് നെർവ് സപ്ലൈ T10 എന്നുള്ള സിമ്പത്തറ്റിക് നെർവ്സ് ആയിരിക്കും. Then descent of testis we are already discussed. And clinical anatomy we are discussed monarchism, anarchism, cryptorchidism, ectopic testis, hermaphroditism, another true pseudo ഉണ്ടായിരിക്കും. Then the hydrocele fluid accumulate ചെയ്യുന്നു. varicocele papiniform plexus ന്റെ dilatation കാരണം ഉണ്ടാകുന്നതായിരിക്കും. So left side ആയിരിക്കും more common. കാര്യം left side ന്റെ vein ആയിരിക്കും longer ആയിരിക്കും than the right. അതുപോലെ തന്നെ നമ്മുടെ അതിനെ പാസ് ചെയ്തിട്ട് കോളൻ പോകുന്ന കാരണം it may compress. Then ഒരു swelling purely scrotal ആണോ അല്ലയോ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് എന്നുള്ള കാര്യങ്ങൾ we had discussed here. Then comes the abdominal cavity and peritoneum. So abdominal cavity and peritoneum നോക്കുകയാണെങ്കിൽ what is peritoneum? Peritoneum എന്ന് വെച്ചാൽ എന്തായിരിക്കും? It is a large serous membrane lining the abdominal cavity. Abdominal cavity നെ കവർ ചെയ്യുന്ന ഒരു സെറസ് മെമ്പറൈനെ ആയിരിക്കും പെരിറ്റോണിയം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ലെയറും പഠിച്ചു. ഹാർട്ടിന്റെ പെരികാർഡിയം പഠിച്ചു, പ്ലൂറ പഠിച്ചു. അതിനൊക്കെ വന്നിട്ട് ലെയേഴ്സ് സെയിം ആയിരിക്കും അല്ലെ. ഒരു ഔട്ടർ പാരേറ്റൽ ലെയർ ഉണ്ടായിരിക്കും, ഒരു ഇന്നർ വിസറൽ ലെയർ ഉണ്ടായിരിക്കും. വിസറൽ ലെയർ എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും? നമ്മുടെ വിസറസിനെ കവർ ചെയ്ത് വരുന്നത് പാരേറ്റൽ ലെയർ ഔട്ടർ നമ്മുടെ പെരിറ്റോണിയത്തിന്റെ ഔട്ടർ ലെയറും ആയിരിക്കും. അതുപോലെ തന്നെ ഫോൾസ് ഓഫ് പെരിറ്റോണിയം ഉണ്ടായിരിക്കും ബൈ വിച്ച് ദ വിസറാസ് ആർ സസ്പെൻഡഡ്. ഈ പെരിറ്റോണിയൽ ക്യാവിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഔട്ടർ പെരിറ്റോണിയൽ ലെയർ ഉണ്ടായിരിക്കും. പെരിറ്റോണിയം നോക്കുകയാണെങ്കിൽ ഒരു ഔട്ടർ പരേറ്റൽ ലെയർ ഉണ്ടായിരിക്കും, ഒരു ഇന്നർ വിസറൽ ലെയർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫോൾസ് ഓഫ് പെരിറ്റോണിയം ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാര്യം ഫോൾസ് ഓഫ് പെരിറ്റോണിയം വിച്ച് ഹെൽപ്പ് ദ വിസറാസ് ടു സസ്പെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ചില ഓർഗൻസ് വന്നിട്ട് ഈ പെരിറ്റോണിയത്തിനകത്ത് സസ്പെൻഡഡ് ആയിട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഫസ്റ്റ് ഈസ് അബൌട്ട് പരേറ്റൽ പെരിറ്റോണിയം. പരേറ്റൽ പെരിറ്റോണിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? It lines the inner surface of the abdominal, pelvic and the lower surface of the diaphragm. നമ്മുടെ അബ്ഡമിനൽ വാളിന്റെ മസിൽസിനെ, പെൽവിക് വാളിനെ, ലോവർ സർഫസ് ഓഫ് ദ ഡയഫ്രത്തിനെയൊക്കെ കവർ ചെയ്തിട്ട് വരുന്ന അതിന്റെയൊക്കെ ഇന്നർ സർഫസിലോട്ട് വരുന്ന ലെയർ ആയിരിക്കും പരേറ്റൽ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഇറ്റ് ലൈൻസ് ദ ഇന്നർ സർഫസ് ഓഫ് അബ്ഡമിനൽ and pelvic walls and also the lower surface of the diaphragm. And it is loosely attached to walls by extra peritoneal connective tissue and which can strip easily. Parietal and visceral peritoneum നോക്കുകയാണെങ്കിൽ parietal peritoneum വന്നിട്ട് ഈ വാൾസിലോട്ട് വന്നിട്ട് ഇറ്റ് ഈസ് ലൂസ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും. സോ വി ക്യാൻ സ്ട്രിപ്പ് ഈസിലി. വൈൽ വിസറൽ പെരിറ്റോണിയം വന്നിട്ട് അഡ്ഹറന്റ്ലി ഫേംഡ് ആയിരിക്കും. നമുക്ക് അതിനെ ഇറ്റ് കനോട്ട് ബി സ്ട്രിപ്ഡ് ഓഫ് ആയിരിക്കും. സോ പാരേറ്റൽ പെരിറ്റോണിയം ഇറ്റ് ഈസ് ലൂസ്ലി അറ്റാച്ച്ഡ്, ഹെൻസ് വി ക്യാൻ ഈസിലി സ്ട്രിപ്ഡ് ഓഫ് ആയിരിക്കും. വൈൽ വിസറൽ പെരിറ്റോണിയം ഔട്ടർ സർഫസ് ഓഫ് വിസറയിലോട്ട് വന്നിട്ട് അഡ്ഹർ ചെയ്തിട്ടായിരിക്കും അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് കനോട്ട് ബി സ്ട്രിപ്ഡ് ഓഫ് ആയിരിക്കും. Then blood supply നോക്കുകയാണെങ്കിൽ blood supply and nerve supply are same of the overlying body wall. Parietal peritoneumത്തിന്റെ overlying body wallന്റെ സെയിം ആയിട്ട് തന്നെയായിരിക്കും blood supply, nerve supply ഒക്കെ ഉണ്ടായിരിക്കുന്നത്. Then somatic intervention of the parietal peritoneum കാരണം pain sensitive ആയിരിക്കും parietal peritoneum. Because of the somatic intervention, parietal peritoneum is pain sensitive. Then visceral peritoneum നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ it lines the outer surface of the viscera to which it is firmly adherent and cannot be stripped. സോ പെരിറ്റോണിയം ഒരു ലാർജ് സെറസ് ക്യാവിറ്റി ആയിരിക്കും അബ്ഡമിനൽ ക്യാവിറ്റിനെ കവർ ചെയ്യുന്നത്. നമ്മൾ എല്ലാ കവറിങ്ങിലും പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 ലെയർ ഉണ്ടായിരിക്കും. പരേറ്റൽ ലെയർ അതായിരിക്കും ഔട്ടർ ലെയർ, വൈൽ വിസറൽ ലെയർ അതായിരിക്കും ഇന്നർ ലെയർ. പരേറ്റൽ ലെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തിനെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്മുടെ പെൽവിക് ആൻഡ് അബ്ഡമിനൽ വാള്, അതുപോലെ തന്നെ ലോവർ സർഫസ് ഓഫ് ദ ഡയഫ്രം, ഇതിന്റെയൊക്കെ ഇന്നർ സർഫസിനെ കവർ ചെയ്തിട്ട് വരുന്നതായിരിക്കും എന്ത്? പരേറ്റൽ പെരിറ്റോണിയം. അത് ലൂസ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും, ഹെൻസ് വി ക്യാൻ ഈസിലി സ്ട്രിപ്പ് ഓഫ്. അതിനെ ഈസിലി നമുക്ക് സ്ട്രിപ്പ് ഓഫ് ചെയ്യാൻ പറ്റും. ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ അതിന് പുറമെയുള്ള എന്ത് വാളാണോ അതിന്റെ സെയിം തന്നെ ആയിരിക്കും ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ ടു ദ പരേറ്റൽ പെരിറ്റോണിയം. സൊമാറ്റിക് ഇന്റർവെൻഷൻ ഉണ്ടായതുകൊണ്ട് പരേറ്റൽ പെരിറ്റോണിയം ഈസ് പെയിൻ സെൻസിറ്റീവ് ആയിരിക്കും. വൈൽ വിസറൽ അറ്റാച്ച്ഡ് ടു ദ ഓർഗൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഇറ്റ്സ് അറ്റാച്ച് ഫേം അറ്റാച്ച്മെന്റ് ആയിരിക്കും. സോ വി കനോട്ട് അതിനെ എന്നിട്ട് സ്ട്രിപ്പ് ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ലായിരിക്കും. Then പറഞ്ഞു ഫോൾസ് ഓഫ് പെരിറ്റോണിയം.
ഫോൾസ് ഓഫ് പെരിറ്റോണിയം എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞു വിസ്റാസ് വന്നിട്ട് സസ്പെൻഡഡ് ആയിരിക്കും. സോ മെനി ഓർഗൻസ് ആയിരിക്കും മൊബൈൽ ആയിട്ടുള്ളത്. ഈ പെരിറ്റോണിയത്തിൽ സസ്പെൻഡഡ് ആയിട്ടുള്ള ഓർഗൻസ് ആയിരിക്കും മൊബൈൽ. സോ ഇനി ബാക്കിയുള്ള ഓർഗൻസ് അപ്പൊ എന്തായിരിക്കും? ദേ ആർ ഫിക്സ്ഡ് ഓർ ഇമ്മൊബൈൽ ആയിരിക്കും. അത് എവിടെ കാണും? നമ്മുടെ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിൽ റെസ്റ്റ് ചെയ്യായിരിക്കും. അതിന്റെ ഒരു സർഫസിൽ കവർ ചെയ്തിട്ട് പെരിറ്റോണിയം ഉണ്ടായിരിക്കും. ഹെൻസ് ദോസ് ഓർഗൻസ് ആർ കോൾഡ് ആസ് റിട്രോപെരിറ്റോണിയൽ ഓർഗൻസ്. സോ പെരിറ്റോണിയം പറയുമ്പോഴത്തേക്ക് നമ്മൾ 2 വോള് പറഞ്ഞു, 2 ലെയർ പറഞ്ഞു, പരേറ്റൽ പറഞ്ഞു, വിസറൽ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ ഉള്ളതായിരിക്കും ഫോൾസ് ഓഫ് പെരിറ്റോണിയം. സർട്ടൺ ഓർഗൻസ് ഇൻ അവർ അബ്ഡമൻ അത് വന്നിട്ട് ഈ ഫോൾസ് ഓഫ് പെരിറ്റോണിയത്തിനകത്ത് ഹാങ് ചെയ്തിട്ടായിരിക്കും. സസ്പെൻഡഡ് ബൈ ദിസ് ഫോൾട്ട് ഓഫ് പെരിറ്റോണിയം ആയിരിക്കും. അതുകൊണ്ട് അത് എന്തായിരിക്കും? ദേ ആർ മൊബൈൽ ആയിരിക്കും. വൈൽ ദ അതർ ഓർഗൻസ് വന്നിട്ട് ആ ഫിക്സ്ഡ് ആയിരിക്കും, ഇമ്മൊബൈൽ ആയിരിക്കും. സോ അതെന്ത് ചെയ്യും? അത് പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിൽ ദേ റെസ്റ്റ് ഓൺ ദ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാൾ ആൻഡ് മേ ബി കവേർഡ് ബൈ പെരിറ്റോണിയം ഓൺ ദ സൈഡ് ആയിരിക്കും. അതുകൊണ്ട് അതിനെ റിട്രോ പെരിറ്റോണിയൽ ഓർഗൻസ് എന്നായിരിക്കും പറയുക. ദെൻ കംസ് ദ പെരിറ്റോണിയൽ ക്യാവിറ്റി. പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് പറയും? അതിനെ അസൈറ്റസ് എന്ന് പറയും. ബ്ലഡ് ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഹീമോ പെരിറ്റോണിയം എന്നും, എയർ ആണെങ്കിൽ ന്യൂമോ പെരിറ്റോണിയം എന്നും പറയും. സെയിം നമ്മുടെ വേർഡ്സ് മാത്രം പെരിറ്റോണിയം എന്ന് വരുന്നേ ഉള്ളൂ. ഇഫ് ഇറ്റ് ഈസ് വാട്ടർ ഓർ എ ഫ്ലൂയിഡ്, അസൈറ്റസ്. ഇഫ് ഇറ്റ് ഈസ് എയർ, ഇറ്റ് ഈസ് ന്യൂമോ പെരിറ്റോണിയം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ബ്ലഡ്, then it is ഹീമോപെരിറ്റോണിയം. ഇനി നമ്മുടെ പെരിറ്റോണൽ ക്യാവിറ്റിക്ക് ഒരു ഡിവിഷൻ ഉണ്ടായിരിക്കും. ഈ പെരിറ്റോണൽ ക്യാവിറ്റി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. എന്തൊക്കെയായിരിക്കും? ഗ്രേറ്റർ സാക്ക് ഓർ ഗ്രേറ്റർ ഒമന്റം ആൻഡ് ലെസർ ഒമന്റം. ദ ഗ്രേറ്റർ മെയിൻ ഓർ ദ ലാർജർ പാർട്ട് ഈസ് നോൺ ആസ് ഗ്രേറ്റർ സാക്ക് ആൻഡ് സ്മോളർ പാർട്ട് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ സ്റ്റൊമക്ക് ഈസ് കോൾഡ് ആസ് ലെസർ ഒമന്റം ആയിരിക്കും. സോ ദ പെരിറ്റോണൽ ക്യാവിറ്റി ഈസ് ഡിവൈഡ് ഇൻറ്റു 2 പാർട്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ഗ്രേറ്റർ സാക്കും ഒരു ലെസർ സാക്കും ഒരു ലെസർ ഒമന്റം ഉണ്ടായിരിക്കും. ഇതിന് രണ്ടിനെയും തമ്മിൽ, ഈ 2 സാക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അതിനെ പറയുന്നതായിരിക്കും എപ്പിപ്ലോയിക് ഫൊറാമൻ ഓർ ഫൊറാമൻ ഓഫ് വിൻസ്ലോ. എവിടെയായിരിക്കും? അറ്റ് ദ ലെവൽ ഓഫ് T12 ഈ 2 സാക്ക് തമ്മിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ. സോ പെരിറ്റോണൽ ക്യാവിറ്റിക്കകത്ത് ഫ്ലൂയിഡ് കളക്ഷൻ ആണെങ്കിൽ അതിനെ അസൈറ്റസ് എന്ന് പറയും. ബ്ലഡ് കളക്ഷൻ ആണെങ്കിൽ അതിനെ ഹീമോ പെരിറ്റോണിയം എന്ന് പറയും. എയർ കളക്ഷൻ ആണെങ്കിൽ അതിനെ ന്യൂമോ പെരിറ്റോണിയം എന്ന് പറയും. ഇനി പെരിറ്റോണൽ ക്യാവിറ്റിനെ മെയിൻലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലാർജർ പാർട്ടിനെ ഗ്രേറ്റർ സാക്ക് എന്നും അതിന് താഴെയുള്ള സ്റ്റൊമക് പാർട്ടിനെ ലെസർ ഒമന്റം എന്നും പറയും. ആൻഡ് ലിവറിനെയാണ് നമ്മൾ ലെസർ സാക്ക് എന്ന് പറയുന്നത്. ഇനി ഈ 2 സാക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതുവഴിയായിരിക്കും? ത്രൂ എപ്പിപ്ലോയിക് ഫൊറാമൻ ഓർ ഫൊറാമൻ ഓഫ് വിൻസ്ലോ ഓർ ഓപ്പണിംഗ് ഇൻ ടു ദ ലെസർ സാക്ക് അറ്റ് ദ ലെവൽ ഓഫ് T12 ആയിരിക്കും. ഇനി ഈ 2 ഒമന്റത്തെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ഈസ് എ ഗ്രേറ്റർ ഒമന്റം. ഗ്രേറ്റർ ഒമന്റം എവിടെ കാണും? ഇറ്റ് ഈസ് എ ലാർജ് ഫോൾഡ് ഓഫ് പെരിറ്റോണിയം ആയിരിക്കും. ഗ്രേറ്റർ, സോ സംതിങ് ഗ്രേറ്റ് ആയിരിക്കും അല്ലെ. സോ എവിടെ നിന്നായിരിക്കും? നമ്മുടെ സ്റ്റൊമക്കിന്റെ ഗ്രേറ്റർ കർവേച്ചറിന്റെ അവിടെ നിന്ന് ഹാങ് ചെയ്തിട്ട് നമ്മുടെ ലൂപ്പ് ഓഫ് ഇൻഡസ്ട്രീനെ കവർ ചെയ്ത് ഒരു ഏപ്രൺ പോലെ വരുന്നതായിരിക്കും ഗ്രേറ്റർ ഒമന്റം എന്ന് പറയുന്നത്. എവിടെ നിന്നായിരിക്കും ബിഗിൻ ചെയ്യുന്നത്? ഇറ്റ് ഹാങ്സ് ഡൗൺ ഫ്രം ദ ഗ്രേറ്റർ കർവേച്ചർ ഓഫ് സ്റ്റൊമക്. സ്റ്റൊമക്കിന്റെ ഗ്രേറ്റർ കർവേച്ചറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഏപ്രൺ പോലെ എന്തിനെ കവർ ചെയ്യുന്നു? ലൂപ്പ് ഓഫ് ദ ഇൻഡസ്ട്രീനെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും വാട്ട്? ഗ്രേറ്റർ ഒമന്റം. അതിന്റെ ഫംഗ്ഷൻസ് നോക്കുവാണെങ്കിൽ 2 ഫംഗ്ഷൻസ് ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് ഫാറ്റിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടും ഇന്നൊന്ന് പ്രൊട്ടക്ഷൻ ആയിരിക്കും. ആ പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ കാരണം തന്നെ അതിനൊരു പേരുണ്ടായിരിക്കും. ദ പോലീസ് മാൻ ഓഫ് ദ അബ്ഡമൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഒമന്റത്തെ ആയിരിക്കും. സോ ദ ഫംഗ്ഷൻ ഓഫ് ദ ഗ്രേറ്റർ ഒമന്റം നോക്കുവാണെങ്കിൽ ഒന്ന് സ്റ്റോറേജ് ഓഫ് ഫാറ്റ്, ഇനി ഒന്ന് പ്രൊട്ടക്ഷൻ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും പ്രൊട്ടക്ഷൻ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മാക്രോഫേജ്. മാക്രോഫേജിന്റെ പ്രസൻസ് ഇൻ ദ ഗ്രേറ്റർ ഒമന്റം കാരണമായിരിക്കും അതിന് പ്രൊട്ടക്ഷൻ പറ്റുന്നത്. സോ ദ പ്രസൻസ് ഓഫ് മാക്രോഫേജ് എന്ത് ചെയ്യും? ഒരു സ്മോൾ ഡെൻസ് പാച്ചസ് ആയിട്ട് കാണും. അതിനായിരിക്കും മിൽക്കി സ്പോട്സ് എന്ന് പറയും, വിച്ച് ആർ വിസിബിൾ ടു നേക്കഡ് ഐ. സോ പ്രൊട്ടക്ഷൻ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മാക്രോഫേജസ് ഇൻ ദ ഗ്രേറ്റർ ഒമന്റം. ഇറ്റ് ഫോംസ് എ സ്മോൾ ഡെൻസ് പാച്ച് ഫോം ചെയ്യും. അതിനെ പറയുന്നതായിരിക്കും മിൽക്കി സ്പോട്സ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ ഈ പ്രൊട്ടക്ഷൻ ഇനി ഒരു രീതിക്ക് പ്രൊട്ടക്ട് ചെയ്യും. എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ, ഈ ഗ്രേറ്റർ ഒമന്റം വന്നിട്ട് it limits the spread of infection and sealing it off from other surrounding area. ആ ഇൻഫെക്റ്റ് ആയിട്ടുള്ള ഏരിയനെ കവർ അപ്പ് ചെയ്ത് സറൗണ്ടിങ് ഏരിയയിലോട്ട് അതിനെ സ്പ്രെഡ് ആകാതെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഗ്രേറ്റർ ഒമന്റം ആയിരിക്കും. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ പോലീസ്മാൻ ഓഫ് ദ അബ്ഡമൻ. സോ ഗ്രേറ്റർ ഒമന്റം എവിടെ നിന്നായിരിക്കും? ലാർജർ ഫോൾഡ് ഓഫ് പെരിറ്റോണിയം ആയിരിക്കും. ഗ്രേറ്റർ ലാർജർ ആയിരിക്കും. എവിടെ നിന്നായിരിക്കും? ഗ്രേറ്റർ കർവേച്ചർ ഓഫ് അബ്ഡമന്റെ അവിടെ, സ്റ്റൊമക്കിന്റെ അവിടെ നിന്ന് ഹാങ് ഡൗൺ ചെയ്യുന്ന ഒരു ഏപ്രൺ പോലെ എന്തിനെ കവർ ചെയ്തിട്ടായിരിക്കും? ലൂപ്സ് ഓഫ് ദ ഇൻഡസ്ട്രീനെ കവർ ചെയ്തുകൊണ്ട്. ഫംഗ്ഷൻസ് ഒന്ന് സ്റ്റോറേജ് ഓഫ് ഫാറ്റ് ഉണ്ടായിരിക്കും, ഇനി ഒന്ന് പ്രൊട്ടക്ഷൻ ആയിരിക്കും. പ്രൊട്ടക്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും? ഒന്ന് മാക്രോഫേജസിന്റെ പ്രസൻസ് ഉണ്ടായത് കാരണമായിരിക്കും. ആ മാക്രോഫേജസ് എങ്ങനെയായിരിക്കും? അത് വന്ന് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയായിരിക്കും? ഇറ്റ് ഫോംസ് എ സ്മോൾ ഡെൻസ് പാച്ചസ് ഉണ്ടായിരിക്കും. അതിനെ മിൽക്കി സ്പോട്സ് എന്ന് പറയും. ഇറ്റ് ഈസ് വിസിബിൾ ടു നേക്കഡ് ഐ ആയിരിക്കും.
ദെൻ അത് വന്നിട്ട് എവിടെയാണോ ഇൻഫെക്ഷൻ ഉണ്ടായത് അതിനെ കവർ ചെയ്ത് സീലിംഗ് ഇറ്റ് ഓഫ്, അത് അടുത്തുള്ള ഓർഗനിലേക്ക് അത് സ്പ്രെഡ് ആകാണ്ട് അതിനെ കവർ ചെയ്ത് സീൽ ഓഫ് ചെയ്ത് കാരണം അത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യും. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ പോലീസ്മാൻ ഓഫ് ദ സ്റ്റൊമക്ക് എന്ന് അറിയപ്പെടുന്ന ആരായിരിക്കും? ഗ്രേറ്റ് റൊമന്റോ ആയിരിക്കും. ദെൻ ലെസർ റൊമന്റോ നോക്കുവാണെങ്കിൽ, സോ ഗ്രേറ്റ് റൊമന്റോ എവിടെ നിന്ന് വന്നു? ഗ്രേറ്റർ കർവേച്ചറിൽ നിന്ന് വന്നു. സോ ലെസർ റൊമന്റോ എവിടെ നിന്നായിരിക്കും വരുന്നത്? It is a fold of peritoneum which extend from the lesser curvature of the stomach and first 2 centimeter of the duodenum and the liver. So greater curvature എന്നായിരിക്കും നമുക്ക് എന്ത് വന്നത്? ഗ്രേറ്റർ റൊമന്റോ വന്നത്. എങ്കിലും ലെസർ റൊമന്റോ എവിടെ നിന്നായിരിക്കും വരുന്നത്? എക്സ്റ്റെൻഡ് ഫ്രം ദ ലെസർ കർവേച്ചർ, നമ്മുടെ സ്റ്റൊമക്കിന്റെ ലെസർ കർവേച്ചറിലും അതുപോലെ തന്നെ ഫസ്റ്റ് 2 centimeter ഓഫ് ദ ഡിയോഡനത്തിൽ നിന്നായിരിക്കും ലെസർ റൊമന്റോ വരുന്നത്. ലെസർ റൊമന്റത്തിന്റെ റൈറ്റ് ടു ഫ്രീ മാർജിൻ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ, ബൈൽ ഡക്ട്, ഹെപ്പാറ്റിക് പ്ലക്സസ് ഓഫ് നെർവ്സ് ഉണ്ടായിരിക്കും. റൈറ്റ് ടു ഫ്രീ മാർജിൻ ഓഫ് ദ ലെസർ റൊമന്റത്തിൽ എന്തൊക്കെ കാണും? ഇറ്റ് കണ്ടെയ്ൻസ് ദ ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ, ബൈൽ ഡക്ട് ആൻഡ് ഹെപ്പാറ്റിക് പ്ലക്സസ് ഓഫ് നെർവ്സ് ഉണ്ടായിരിക്കും. സോ അബ്ഡമിനൽ ക്യാവിറ്റി ആൻഡ് പെരിറ്റോണിയം നോക്കുവാണെങ്കിൽ, പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സെറസ് മെമ്പറൈൻ ആയിരിക്കും നമ്മുടെ അബ്ഡമിനൽ ക്യാവിറ്റിനെ ലൈൻ ചെയ്യുന്നത്. 2 ലെയേഴ്സ് നമ്മൾ പറഞ്ഞു. നമ്മൾ എല്ലാ ഇതിലും പഠിക്കുന്ന പോലെ തന്നെ വിസറൽ ലെയറും പാരേറ്റൽ ലെയറും ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ ആഡപ്പായിട്ട് ഫോൾഡ്സ് ഓഫ് പെരിറ്റോണിയം ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് പാരേറ്റൽ ലെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് എന്തിനെ കവർ ചെയ്തിട്ടായിരിക്കും? നമ്മുടെ അബ്ഡമിനൽ ആൻഡ് പെൽവിക് വോളിന്റെ ഇന്നർ സർഫസ്, അതുപോലെ തന്നെ ഡയഫ്രത്തിന്റെ ലോവർ സർഫസിനെയും കവർ ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്? പാരേറ്റൽ പെരിറ്റോണിയം വരുന്നത്. അത് വന്നിട്ട് ലൂസ്ലി അറ്റാച്ച്ഡ് ആയിരിക്കും ബൈ എക്സ്ട്രാ പെരിറ്റോണിയൽ കണക്റ്റീവ് ടിഷ്യൂ. അതുകൊണ്ട് തന്നെ അത് ഈസിലി സ്ട്രിപ്ഡ് ഓഫ് ആയിരിക്കും. വയറുടെ വിസറൽ പെരിറ്റോണിയം അത് വന്ന് വിസറയായിട്ട് ഫേംലി അറ്റാച്ച്ഡ് ആയിരിക്കും. സോ ഇറ്റ് കാനോട്ട് ബി സ്ട്രിപ്ഡ് ഓഫ് ആയിരിക്കും. ഇനി പാരേറ്റൽ പെരിറ്റോണിയത്തിന്റെ നെർവ് സപ്ലൈ ആൻഡ് ബ്ലഡ് സപ്ലൈ നോക്കുവാണെങ്കിൽ അതിന്റെ തൊട്ട് മേലെയുള്ള ഏതാണോ ഓവർലൈങ് ബോഡി വാൾ ഏതാണോ അതിന്റെ തന്നെ സെയിം നെർവ് സപ്ലൈ ആൻഡ് ബ്ലഡ് വെസൽ സപ്ലൈ ആയിരിക്കും പാരേറ്റൽ പെരിറ്റോണിയത്തിൽ ഉണ്ടായിരിക്കുന്നത്. സൊമാറ്റിക് ഇന്റർവെൻഷൻ കാരണം പാരേറ്റൽ പെരിറ്റോണിയം വന്നിട്ട് പെയിൻ സെൻസിറ്റീവ് ആയിരിക്കും. ദെൻ ഫോൾസ് ഓഫ് പെരിറ്റോണിയം പറഞ്ഞു. മെനി ഓർഗൻസ് നമ്മുടെ അബ്ഡമിനൽ ക്യാവിറ്റിയിലെ മെനി ഓർഗൻസ് വന്നിട്ട് ഈ പെരിറ്റോണിയൽ ഫോൾസിനകത്ത് സസ്പെൻഡഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഓർഗൻസ് വന്നിട്ട് മൊബൈൽ ആയിരിക്കും. ഇനി ബാക്കിയുള്ള ഓർഗൻസ് അപ്പൊ എന്തായിരിക്കും? ദേ ആർ ഫിക്സ്ഡ് ആൻഡ് ഇമ്മൊബൈൽ ആയിരിക്കും. അത് വന്നിട്ട് പോസ്റ്റീരിയർ അബ്ഡമിനൽ വാളിൽ ഡയറക്ട്ലി ദേ ആർ റെസ്റ്റ് ഓൺ ദ പോസ്റ്റീരിയർ അബ്ഡമിനൽ വാൾ ആൻഡ് മേ ബി കവേർഡ് ബൈ ദ പെരിറ്റോണിയം ഓൺ വൺ സൈഡ്. ഒരു സൈഡിലോട്ടായിരിക്കും പെരിറ്റോണിയം കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിട്രോ പെരിറ്റോണൽ ഓർഗൻസ് എന്നായിരിക്കും പറയണത്. ദെൻ പെരിറ്റോണൽ ക്യാവിറ്റി നോക്കുവാണെങ്കിൽ, പെരിറ്റോണൽ ക്യാവിറ്റിക്കകത്ത് if water is or fluid is accumulated then it is called as ascites. ബ്ലഡ് ആണെങ്കിൽ ഇതിനെ ഹീമോ പെരിറ്റോണിയം എന്നും എയർ ആണെങ്കിൽ ഇതിനെ ന്യൂമോ പെരിറ്റോണിയം എന്നും പറയും. ഇനി പെരിറ്റോണൽ ക്യാവിറ്റി വന്നിട്ട് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മേജർ ലോങ്ങർ പാർട്ട് ഈസ് നോൺ ആസ് ഗ്രേറ്റർ സാക് ആൻഡ് ദ ലെസർ പാർട്ട് ഈസ് കോൾഡ് ആസ് ലെസർ ഒമന്റം. ഇനി ഗ്രേറ്റർ ഒമന്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് എവിടെ നിന്ന് ഹാങ് ചെയ്യും? ലാർജ് ഫോൾഡ് ഓഫ് പെരിറ്റോണിയം ആയിരിക്കും. ഗ്രേറ്റർ കർവേച്ചർ ഓഫ് സ്റ്റൊമക്കിൽ നിന്ന് ഹാങ് ഡൗൺ ചെയ്ത് ഇറ്റ് കവേഴ്സ് ഒരു ഏപ്രൺ പോലെ ലൂപ്സ് ഓഫ് ഇൻഡസ്ട്രീനെ കവർ ചെയ്ത് വരുന്നതായിരിക്കും ഗ്രേറ്റർ ഒമന്റം. ഫംഗ്ഷൻസ് എന്തൊക്കെയായിരിക്കും? ഒന്ന് സ്റ്റോറേജ് ഓഫ് ഫാറ്റ് സ്റ്റോറേജ് ചെയ്യുക. ഇന്നൊന്ന് പ്രൊട്ടക്ഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് പ്രൊട്ടക്ട് ദ പെരിറ്റോണൽ ക്യാവിറ്റി അഗെയിൻസ്റ്റ് ദ ഇൻഫെക്ഷൻ. എങ്ങനെ? ബൈ ദ പ്രസൻസ് ഓഫ് ദ മാക്രോഫേജസ്. ഇനി ആ മാക്രോഫേജസിന്റെ കളക്ഷൻ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? മിൽക്കി സ്പോട്ട് ആയിട്ട് കാണും. സ്മോൾ ഡെൻസ് പാച്ചസ്, അതായത് മിൽക്കി സ്പോട്ട്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഇൻഫെക്ഷനെ സ്പ്രെഡ് ചെയ്യും എങ്ങനെ? ബൈ മൂവിങ് ടു ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് സീലിംഗ് ഇറ്റ് ഓഫ് ഫ്രം ദ സറൗണ്ടിങ് ഏരിയ. അത് വന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായ സൈറ്റിലോട്ട് പോയി ആ സൈറ്റിനെ വന്നിട്ട് ഒരു എൻക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ സീൽ ഓഫ് ചെയ്യുന്ന കാരണം സറൗണ്ടിങ് ടിഷ്യൂലോട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാതെ കൂടെ നോക്കുന്നത് ആരായിരിക്കും? ഗ്രേറ്റർ ഒമന്റം ആയിരിക്കും. അതുകൊണ്ട് ഗ്രേറ്റർ ഒമന്റം ഈസ് കോൾഡ് ആസ് പോലീസ്മാൻ ഓഫ് ദ അബ്ഡമൻ. Then lesser omentum എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is a fold of the peritoneum which extend from the lesser curvature of the stomach to upper 2 centimeter of duodenum എന്നൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഫോൾഡ് ഓഫ് പെരിറ്റോണിയം ആയിരിക്കും ലെസർ ഒമന്റം എന്ന് പറയുന്നത്. ലെസർ ഒമന്റത്തിന്റെ റൈറ്റ് ഫ്രീ മാർജിൻ എന്തൊക്കെ കാണും? ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ, ബൈൽ ഡക്ട്, ഹെപ്പാറ്റിക് റൈറ്റ് സൈഡിൽ എന്താ നമുക്കുള്ളത്? ലിവർ. സോ ലിവറിൽ നിന്ന് വരുന്നതും പോന്നിട്ടുള്ള ഹെപ്പാറ്റിക് ആർട്ടറി, പോർട്ടൽ വെയിൻ, ബൈൽ ഡക്ട്, ഹെപ്പാറ്റിക് പ്ലക്സസ് ഓഫ് നെർവ്സ്. ഇത്തരം കാര്യങ്ങൾ എവിടെ കാണും? റൈറ്റ് ഫ്രീ മാർജിൻ ഓഫ് ലെസർ ഒമന്റത്തിൽ ഉണ്ടായിരിക്കും. ദെൻ കംസ് ദ ഗട്ട്. ഗട്ട് എന്ന് പറയുമ്പോൾ മെയിൻലി ഗട്ട് 3ആയിട്ട് പറയാം: ഫോർ ഗട്ട്, മിഡ് ഗട്ട് ആൻഡ് ഹൈൻഡ് ഗട്ട്.
നമ്മള് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്, നമ്മൾ അബ്ഡമൽ അയോട്ടയുടെ ബ്രാഞ്ചസ് പഠിച്ചപ്പോ T12 അബ്ഡമൽ അയോട്ട ബിഗിൻ ചെയ്ത് ഫസ്റ്റ് T12 തന്നെ ഏത് ആർട്ടറി ആയിരിക്കും? സീലിയാക് ആർട്ടറി. ദെൻ L1 സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി, L2 ജനറ്റിക് ഓർ റീനൽ ആർട്ടറി, L3 ഇൻഫീരിയർ മെസെൻട്രിക് ആർട്ടറി, ആൻഡ് L4 ഡിവൈഡ് ചെയ്തിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോമൺ ഇലിയാക് ആർട്ടറി ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞു അല്ലെ. സോ ഓരോ പാർട്ട് ഓഫ് ഹൈൻഗട്ട്, മിഡ്ഗട്ട് ആൻഡ് ഫോർഗട്ട് ഓരോ പാർട്ടിനും ഓരോ ആർട്ടറി സപ്ലൈ ഉണ്ടായിരിക്കും. സോ ഫോർഗട്ട് അപ്പൊ ഏറ്റവും ആദ്യത്തെ ആർട്ടറി ഏതായിരിക്കും? സീലിയാക് ആർട്ടറി. സോ ഈച്ച് പാർട്ട് ഹാസ് ഇറ്റ്സ് ഓൺ ആർട്ടറി വിച്ച് ഈസ് എ വെൻട്രൽ ബ്രാഞ്ച് ഓഫ് ദ അബ്ഡമൽ അയോട്ടയുടെ ഓരോ ബ്രാഞ്ച് തന്നെയായിരിക്കും ഓരോ പാർട്ടിനെ സപ്ലൈ ചെയ്യുന്നത്. സോ ദ ഗട്ട് ഈസ് ഡിവൈഡ് ഇൻ ടു ഫോർഗട്ട്, മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്. സോ ഫസ്റ്റ് ഫോർഗട്ട്. ഫോർഗട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് ആർട്ടറി ഏതായിരിക്കും? സീലിയാക് ആർട്ടറി. ഫസ്റ്റ് T12 വരുന്ന സീലിയാക് ആർട്ടറി ആയിരിക്കും ഫോർഗട്ടിനെ സപ്ലൈ ചെയ്യുന്നത്. സപ്ലൈഡ് ബൈ ദ സീലിയാക് ആർട്ടറി. സോ ഫോർഗട്ടിൽ ഇനി ഏതൊക്കെ ഓർഗൻസ് ആണ്? നമ്മുടെ GI ട്രാക്ട് ആലോചിച്ചാൽ മതി. നമ്മുടെ GI ട്രാക്ടിനകത്ത് ആ ഓർഡറിൽ തന്നെ ആലോചിച്ച് പോരാ. ഫോർഗട്ട് എവിടം വരെ ഉണ്ടായിരിക്കും? ഈസോഫാഗസ്, സ്റ്റൊമക്, അപ്പർ പാർട്ട് ഓഫ് ദ ഡിയോഡിനം എവിടം വരെ? അപ് ടു ദ ഓപ്പണിംഗ് ഓഫ് ദ കോമൺ ബൈൽ ഡക്ട്. കോമൺ ബൈൽ ഡക്ടിന്റെ ഓപ്പണിംഗ് വരെ ഉള്ള GI ട്രാക്ട് ആലോചിക്കുക. ഈസോഫാഗസ്, സ്റ്റൊമക്, upper part of the duodenum up to the opening of the common bile duct. അവിടെ വരെ വരുന്നതായിരിക്കും ഫോർഗട്ട് എന്ന് പറയുക. സപ്ലൈ ചെയ്യുന്ന ആരായിരിക്കും? സീലിയാക് ആർട്ടറി. ഇനി പെയിൻ, ഫോർഗട്ടിൽ വരുന്ന പെയിൻ അല്ലെങ്കിൽ ഫോർഗട്ടിലുള്ള ഓർഗൻസ് കാരണം ഡിറൈവ് ചെയ്ത് വരുന്ന പെയിൻ നമുക്ക് എവിടെയായിരിക്കും ഫീൽ ചെയ്യുക? ഇൻ ദ എപ്പിഗാസ്ട്രിക് ഫോസ ആയിരിക്കും. ദ പെയിൻ ഇൻ ഫോർഗട്ട് ഡിറൈവ്ഡ് സ്ട്രക്ചേഴ്സ് ഇസ് ഫെൽറ്റ് ഇൻ ദ എപ്പിഗാസ്ട്രിക് ഫോസ ആയിരിക്കും. ദെൻ മിഡ്ഗട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സീലിയാക് ആയിരിക്കും. ദെൻ മിഡ്ഗട്ടിലെ പേര് വരും സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി ആയിരിക്കും. സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി എവിടെ നിന്ന് അറേസ് ചെയ്യുന്നത്? L1 ലെവലിൽ നിന്ന് വരുന്നതായിരിക്കും. ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ദ സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി. ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി. അപ്പൊ എന്തൊക്കെയായിരിക്കും അതിനകത്ത് സ്ട്രക്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു എവിടെ വരണ്ട്? ഡിയോഡനത്തിന്റെ എബോവ് ദ ഓപ്പണിംഗ് ഓഫ് ദ ബൈൽ ഡക്ട് നമുക്ക് എവിടെ എന്ത് വന്നു? കോമൺ ബൈൽ ഡക്ട് ഫോർഗട്ടിൽ വന്നു. സോ മിഡ്ഗട്ടിൽ എന്ത് വരും? റെസ്റ്റ് ഓഫ് ദ ഡിയോഡിനം. ദെൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ ഫുള്ള് വരും. ജിജിനം, ഇലിയം, അപ്പൻഡിക്സ്, സീക്കം ആൻഡ് ദ അസെൻഡിങ് കോളൻ ആൻഡ് റൈറ്റ് ടു 2/3 ഓഫ് ദ ട്രാൻസ്വേഴ്സ് കോളൻ. സോ ഡിയോഡിനത്തിന്റെ കോമൺ ബൈൽ ഡക്ടിന് ഓപ്പണിന് മുന്നേ ഉള്ളത് ഫോർഗട്ടിൽ വന്നെങ്കിൽ മിഡ്ഗട്ടിൽ അപ്പൊ എന്ത് വരും? ബാക്കിയുള്ള ഡിയോഡിനം, ജിജിനം, ഇലിയം, അപ്പൻഡിക്സ്, സീക്കം, അസെൻഡിങ് കോളൻ ആൻഡ് റൈറ്റ് 2/3 ഓഫ് ദ ട്രാൻസ്വേഴ്സ് കോളൻ വരെ എവിടെ വരും? മിഡ്ഗട്ടിന്റെ പാർട്ടിൽ വരും. ഇനി അതിനെ സപ്ലൈ ചെയ്യുന്ന ആരായിരിക്കും? സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പെയിൻ ഇൻ എനി ഓർഗൻസ് എവിടുത്തെ? ഫോർഗട്ടിലാണെങ്കിൽ ഏത് ഓർഗൻസിലാണെങ്കിലും പെയിൻ എവിടെ ആയിരിക്കും ഫീൽ ആകുന്നത്? എപ്പിഗാസ്ട്രിക് ഫോസ. ഇനി പെയിൻ ഇൻ ദ മിഡ്ഗട്ട് ഡിറൈവ്ഡ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ എവിടെയായിരിക്കും ഫീൽ ആകുന്നത്? ഇൻ ദ പെരി അംബലിക്കൽ റീജിയനിലായിരിക്കും നമുക്ക് പെയിൻ ഫീൽ ആകുന്നത് ഇഫ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് മിഡ്ഗട്ട് പതോളജി ആണെങ്കിൽ. ദെൻ കംസ് ദ ഹൈൻഗട്ട്. ഹൈൻഗട്ട് അപ്പൊ എവിടെ കാണും? എന്തൊക്കെ കാണും? ഇതിന് താഴെയുള്ള സ്ട്രക്ചേഴ്സ് അല്ലെ. സോ ട്രാൻസ്വേഴ്സ് കോളന്റെ റൈറ്റ് 2/3 മിഡ്ഗട്ടിൽ വന്നെങ്കിൽ ലെഫ്റ്റ് 1/3 ഉണ്ടായിരിക്കും. ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ് കോളൻ ആൻഡ് ദ റെക്ടം. ഇത്ര ആയിരിക്കും ഹൈൻഗട്ടിൽ വരിക. ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ഇൻഫീരിയർ മെസെൻട്രിക് ആർട്ടറി ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞ ഒന്നുകൂടെ ഓർക്കുക, അബ്ഡമൽ അയോട്ടയുടെ ബ്രാഞ്ചസ് T12 സീലിയാക് ആർട്ടറി, L1 സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി, L2 നമ്മൾ പറഞ്ഞത് ജനേറ്റൽ ഓർ റീനൽ ആയിരിക്കും. അത് പോയിട്ട് ദെൻ L3 എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഇൻഫീരിയർ മെസെൻട്രിക് ആർട്ടറി വരും. അതായിരിക്കും ഹൈൻഗട്ടിനെ സപ്ലൈ ചെയ്യുന്നത്. ഇനി ഹൈൻഗട്ട് ഓർഗൻസിൽ ഉണ്ടാകുന്ന പെയിൻ എവിടെയായിരിക്കും ഫെൽറ്റ് ആകുന്നത്? നമുക്ക് സുപ്രാ പിവിക് ഏരിയയിലായിരിക്കും പെയിൻ ഫ്രം ദ ഹൈൻഗട്ട് ഫെൽറ്റ് ആകുക. സോ ദ ഗട്ട് ഈസ് ഡിവൈഡ് ഇൻ ടു 3: ഫോർഗട്ട്, മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്. ഓരോ റീജിയനിലേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് ഈസ് ഫോർഗട്ട്, സപ്ലൈഡ് ബൈ ദ സീലിയാക് ആർട്ടറി ആയിരിക്കും. എവിടെ നിന്നിട്ട് എവിടെ വരെ കാണും? ഈസോഫാഗസ് തൊട്ട് ഈസോഫാഗസ്, സ്റ്റൊമക്കും ഡിയോഡിനത്തിന്റെ അപ്പർ പാർട്ട് എവിടെ വരെ? കോമൺ ബൈൽ ഡക്ടിന്റെ ഓപ്പണിംഗിന്റെ മേലെ വരെയുള്ള പാർട്ട് ഓഫ് ദ ഡിയോഡിനം ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സ്ട്രക്ചേഴ്സിൽ ഉണ്ടാകുന്ന പെയിൻ നമുക്ക് എവിടെയായിരിക്കും ഫീൽ ചെയ്യണത്? ഇൻ ദ എപ്പിഗാസ്ട്രിക് ഫോസ ആയിരിക്കും. ദെൻ കംസ് ദ മിഡ്ഗട്ട്. മിഡ്ഗട്ടിനെ സപ്ലൈ ചെയ്യുന്ന ആരായിരിക്കും? സുപ്പീരിയർ മെസെൻട്രിക് ആർട്ടറി ആയിരിക്കും. അത് വന്നിട്ട് എവിടെയായിരിക്കും? ബാക്കി ഡിയോഡിനത്തിന്റെ ബാക്കിയുള്ള പാർട്ട് ജിജിനം, ഇലിയം, സീക്കം, അപ്പൻഡിക്സ്, അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളന്റെ റൈറ്റ് 2/3 വരയ്ക്കും നമ്മൾ മിഡ്ഗട്ടിൽ വരും. മിഡ്ഗട്ടിലെ സ്ട്രക്ചേഴ്സിന്റെ പെയിൻ ആണെങ്കിൽ എവിടെയായിരിക്കും നമുക്ക് ഫീൽ ആകുന്നത്? അംബലിക്കൽ, പെരി അംബലിക്കൽ റീജിയനിലായിരിക്കും മിഡ്ഗട്ടിന്റെ പെയിൻ ഫീൽ ആകുന്നത്. ദെൻ കംസ് ദ ഹൈൻഗട്ട്. ഹൈൻഗട്ടിനെ സപ്ലൈ ചെയ്യുന്നത് ഇൻഫീരിയർ മെസെൻട്രിക് ആർട്ടറി ആയിരിക്കും. അതിനകത്ത് എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഇപ്പൊ വരുന്നത്? റിമൈനിങ് പോർഷൻസ് അല്ലെ. ലാറ്ററൽ ലെഫ്റ്റിലെ 1/3 ഓഫ് ദ ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ,
sigmoid colon and the rectum. അവിടെ ഉണ്ടാകുന്ന പെയിൻ അപ്പൊ ഫീൽ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇറ്റ് ഈസ് ഫെൽറ്റ് ഓൺ ദ സുപ്രാ പ്യൂബിക് റീജിയനിലായിരിക്കും ഹൈൻഡ് ഗട്ടിലെ പെയിൻ വന്നിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി അതിനകത്തുള്ള ഒരു 2 പൗച്ചിനെ പറ്റിയിട്ട് പറയാണ്. ഒന്ന് ഹെപ്പറ്റോറീനൽ പൗച്ച്. ഹെപ്പറ്റോറീനൽ പൗച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് മോറിസൺസ് പൗച്ച് എന്ന് പറയും. ഹെപ്പറ്റോറീനൽ പൗച്ച് അല്ലെങ്കിൽ മോറിസൺസ് പൗച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് നോക്കുവാണെങ്കിൽ സുപ്പൈൻ പൊസിഷനിൽ കിടക്കുകയാണെങ്കിൽ ഇതായിരിക്കും മോസ്റ്റ് ഡിപ്പെൻഡന്റ് പാർട്ട് ഓഫ് ദ അബ്ഡമിനൽ ക്യാവിറ്റി. സോറി, so hepatorenal pouch, it is a Morrison's pouch എന്ന് പറയും. In supine position, it is the most dependent part of the abdominal cavity. Abdominal cavity supine positionലെ മോസ്റ്റ് ഡിപ്പെൻഡന്റ് പൊസിഷൻ പാർട്ട് എന്ന് പറയുന്നത് ഹെപ്പറ്റോറീനൽ പൗച്ച് ആയിരിക്കും. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മോറിസൺ പൗച്ച്. ദെൻ comes the recto-uterine pouch. Recto-uterine pouch also called as the Douglas pouch of Douglas എന്ന് പറയുന്നത്. ഇതിന് എങ്ങനെയായിരിക്കും? സുപ്പൈൻ പൊസിഷനിൽ മോസ്റ്റ് ഡിപ്പെൻഡന്റ് പാർട്ട് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? അബ്ഡമിനൽ ക്യാവിറ്റിയിലത് ഹെപ്പറ്റോറീനൽ പൗച്ച് ആയിരുന്നു. ഇനി ഇഫ് അപ്രൈറ്റ് പൊസിഷനിൽ നേരെ ഇരിക്കുന്ന പൊസിഷനിലാണെങ്കിൽ പെരിറ്റോണൽ ക്യാവിറ്റിയിലെ മോസ്റ്റ് ഡിപ്പെൻഡന്റ് പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ recto-uterine pouch or pouch of Douglas ആയിരിക്കും. സോ ഓൺ സുപ്പൈൻ പൊസിഷൻ the most dependent part of the abdominal cavity is hepatorenal pouch or Morrison pouch. Upright position peritoneal cavity le ഏറ്റവും ഡിപ്പെൻഡന്റ് എന്ന് പറയുകയാണെങ്കിൽ അത് പൗച്ച് ഓഫ് ഡഗ്ലസ് ആയിരിക്കും ഓർ recto-uterine pouch ആയിരിക്കും. ഇനി അതുപോലെ തന്നെ സുപ്പൈൻ പൊസിഷനില് പെൽവിക് ക്യാവിറ്റിയില് നമ്മൾ നേരത്തെ പറഞ്ഞു അബ്ഡമിനൽ ക്യാവിറ്റിയിലാണ് മൊറിസൺസ് പൗച്ച്. സുപ്പൈൻ പൊസിഷനില് പെൽവിക് ക്യാവിറ്റിയിലെ മോസ്റ്റ് ഡിപ്പെൻഡന്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ അതും പൗച്ച് ഓഫ് ഡഗ്ലസ് ആയിരിക്കും. സോ hepatorenal pouch is also called as Morrison's pouch. അതിന്റെ ഇമ്പോർട്ടൻസ് സുപ്പൈൻ പൊസിഷനിൽ കിടക്കുകയാണെങ്കിൽ മോസ്റ്റ് ഡിപ്പെൻഡന്റ് പാർട്ട് ഓഫ് ദ അബ്ഡമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നത് എന്തിനായിരിക്കും? മോറിസൺസ് പൗച്ചിനെ ആയിരിക്കും. വയൽ പൗച്ച് ഓഫ് ഡഗ്ലസ് എന്ന് പറയുകയാണെങ്കിൽ അപ്രൈറ്റ് പൊസിഷനിൽ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലെ തന്നെ ഏറ്റവും ഡിപ്പെൻഡന്റ് പാർട്ട് ദിസ് പൗച്ച് ഓഫ് ഡഗ്ലസ് ആയിരിക്കും. അതേപോലെ തന്നെ സുപ്പൈൻ പൊസിഷനിൽ കിടക്കുമ്പോൾ പെൽവിക് ക്യാവിറ്റിയിലെ മോസ്റ്റ് ഡിപ്പെൻഡന്റ് പൊസിഷൻ പാർട്ട് എന്ന് പറയുന്നതും ഈ recto-uterine pouchനെ ആയിരിക്കും. സോ recto-uterine pouch എവിടെ കാണും? ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ റെക്ടം ആൻഡ് പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് ദ യൂട്രസ് ഇൻ ഫീമെയിൽ. ഫീമെയിൽസിൽ റെക്ടത്തിന്റെയും പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് യൂട്രസിന്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. മെയിലാണെങ്കിലോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് recto-vesical pouch എന്ന് പറയും. സോ പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് ബ്ലാഡറിലായിരിക്കും മെയിൽസിലായിരിക്കും. അപ്പം റെക്ടം ആൻഡ് പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് യൂട്രസ് ഇൻ ഫീമെയിൽ, between rectum and the posterior aspect of bladder in male ആയിരിക്കും this pouch of Douglas എന്ന് പറയുന്നത്. അതിനെ recto-vesical pouch എന്ന് പറയും in males-ല്. Then നമ്മള് എല്ലായിടവും ടാപ്പിംഗ് പഠിച്ചു. സോ അസൈറ്റിക് ടാപ്പിംഗ്, പാരാസെൻഡസിസ് is ascitic tapping. എവിടെയായിരിക്കും ചെയ്യുന്നത്? 2 സ്ഥലത്ത് നമുക്ക് പറയാം. ഒന്ന് in the median plane. In the median plane എവിടെ? Midway between the umbilicus and pubic symphysis. In the median plane midway between the umbilicusനും pubic symphysis-നും pubic symphysis-നും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ജസ്റ്റ് above the anterior superior iliac spine. ഒന്നെങ്കിൽ anterior superior iliac spine മേലെ എന്നോ അല്ലെങ്കിൽ umbilicusനും pubic symphysis-നും ഇടയ്ക്കുള്ള പോയിന്റ് ചെയ്യുന്നോ ആയിരിക്കും നമ്മൾ അസൈറ്റിക് ടാപ്പിംഗ് ചെയ്യുക. നമ്മള് പ്ലൂറൽ ടാപ്പിംഗ് എവിടെ പഠിച്ചു പറഞ്ഞത്? പ്ലൂറൽ ടാപ്പിംഗ് നമ്മൾ ചെയ്യുന്നത് മിഡ് ആക്സിലറി ലൈനില് T8-ന്റെ എയ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും നമ്മൾ മിഡ് ആക്സിലറി ലൈനിൽ ചെയ്യും എന്ന് പറഞ്ഞു. എന്ത്? പ്ലൂറൽ ടാപ്പിംഗ്. വയൽ പെരികാർഡിൽ എഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ടാപ്പ് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ലാറ്ററൽ ടു ദ സ്റ്റേർണം, 4th or 5th or 6th ഇന്റർകോസ്റ്റൽ സ്പേസിലായിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അസൈറ്റിക് ടാപ്പിംഗ് ആണെങ്കിൽ എവിടെ ചെയ്യുന്നു? അസൈറ്റിക് ടാപ്പിംഗ് ചെയ്യുന്നത് മീഡിയൻ പ്ലെയിൻ ബിറ്റ്വീൻ ദ അംബലിക്കസ് ആൻഡ് pubic symphysis-നും അംബിലിക്കസിനും ഇടയിലുള്ള ഒരു മിഡ് പോയിന്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ജസ്റ്റ് അബോവ് ദ ആന്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈൻ അവിടെ നിന്നായിരിക്കും നമ്മൾ അസൈറ്റിക് ടാപ്പിംഗ് ചെയ്യുക. സോ ദാറ്റ്സ് ഫോർ ടുഡേ. നാളെ നമ്മൾ വിൽ ബിഗിൻ വിത്ത് ദ ഓർഗൻസ്, അബ്ഡമിനൽ ഓർഗൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈസോഫാഗസിന്റെ തൊറാസിലെ പാർട്ട് വി ആർ സ്റ്റഡിഡ് ദയർ. So we will begin with the umbilical part of esophagus, then followed by the stomach, intestines and all.
And that's for today.